റോണ്ട ബേൺ എന്ന എഴുത്തുകാരിയാണ് ദ മാജിക് എന്ന പുസ്തകവും എഴുതിയത്. 28 ദിവസങ്ങൾ കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്ന വിശുദ്ധ മന്ത്രങ്ങൾ അടങ്ങിയതാണ് ദ മാജിക്. ഇതൊരു പരിശീലന പരിപാടിയാണ്. ഇതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരിക. ഈ പരിശീലന പരിപാടിയിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഒന്നാമത്തെ ദിവസത്തെ പരിശീലനത്തിലേക്ക് കടക്കാം. നമുക്ക് എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് ദൈവം നൽകിയിരിക്കുന്നത്? നമ്മുടെ ജീവിതം ഇന്നത്തെ നിലയിലെത്തുവാൻ നമ്മൾക്കറിയാവുന്നതും അറിയാത്തവരുമായ എത്രയോ പേരോട് നാം കടമപ്പെട്ടിരിക്കുന്നു. അവരോടെല്ലാം നാം നന്ദി പ്രകടിപ്പിക്കേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച ദുരന്തങ്ങൾ എല്ലാം മറക്കുക. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച നല്ല കാര്യങ്ങളെ ഓർക്കുക. ഇവർക്കെല്ലാം നന്ദി പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ജീവിതത്തിൽ മുന്നോട്ടേക്ക് പോകേണ്ടത്. കൃതജ്ഞത ഉള്ളവരായിരിക്കുക എന്നത് മുന്നോട്ടുള്ള ജീവിതത്തിന് അത്യന്താപേക്ഷിതമായ കാര്യമാണ്. ഒന്നാമത്തെ ദിവസത്തെ പരിശീലനത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് കൃതജ്ഞത പ്രകടിപ്പിക്കേണ്ട കാര്യങ്ങളുടെ ഒരു പട്ടിക ഉണ്ടാക്കുക എന്നതാണ്. ഇത് വളരെ നിസ്സാരമായൊരു കാര്യമാണെങ്കിലും പലരും നെറ്റിച്ചുളിക്കുന്നത് കാണാം. ഞാൻ ആരോടാണ് നന്ദി പറയേണ്ടത്? ഞാൻ അധ്വാനിച്ച് നേടിയതാണിത്. അതുകൊണ്ട് എനിക്ക് ആരോടും നന്ദി പ്രകടിപ്പിക്കേണ്ട കാര്യമില്ല. ഇതൊക്കെ സ്വാഭാവികമായും മനുഷ്യ മനസ്സിലുണ്ടാകുന്ന ചില പ്രതികരണങ്ങളാണ്. ഇത്തരം നെഗറ്റീവ് ചിന്താഗതികളെ മനസ്സിൽ നിന്നും പിഴുതെറിഞ്ഞ് നന്ദി പ്രകടിപ്പിക്കുവാൻ സന്നദ്ധരായി തീരണം. ഇതിനായി തയ്യാറെടുക്കുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. എത്ര ചെറിയതായാലും കിട്ടിയ കാര്യങ്ങൾക്ക് നിങ്ങളിൽ കൃതജ്ഞതയുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ പെട്ടെന്നു തന്നെ പെരുകുന്നത് കാണാം. എത്ര കുറച്ചേയുള്ളൂവെങ്കിലും കയ്യിലുള്ള പണത്തോട് നന്ദിയുണ്ടെങ്കിൽ നിങ്ങളുടെ ധനം മാന്ത്രികമായി വളരുന്നത് കാണാം. നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് നമ്മൾ നന്ദി പറയാതിരുന്നാൽ നമ്മൾ അറിയാതെ കിട്ടിയ അനുഗ്രഹങ്ങൾ കുറേശ്ശെയായി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ കിട്ടിയ അനുഗ്രഹങ്ങൾ നമുക്ക് അനുഭവയോഗം ഇല്ലാതെ വരും. നമുക്കില്ലാത്ത കാര്യങ്ങളെപ്പറ്റി പറയുമ്പോൾ നമ്മൾ നിഷേധാത്മകമായ കാര്യങ്ങളെയാണ് നമ്മിലേക്ക് ആകർഷിക്കുന്നത്. മറ്റുള്ളവരെ വിമർശിക്കുകയോ അവരുടെ കുറ്റം കണ്ടെത്തുകയോ ചെയ്യുമ്പോഴും നമ്മളിലേക്ക് നെഗറ്റീവ് എനർജി ആകർഷിക്കപ്പെടുന്നു. ട്രാഫിക്കിനെപ്പറ്റിയും ക്യൂവിൽ നിൽക്കുന്നതിലെ കാലതാമസത്തെപ്പറ്റിയും സർക്കാരിനെപ്പറ്റിയും പണമില്ലായ്മയെപ്പറ്റിയും കാലാവസ്ഥയെപ്പറ്റിയുമൊക്കെ നമ്മൾ പഴിക്കുമ്പോൾ നമ്മൾ ഇല്ലായ്മയെയാണ് ആകർഷിക്കുന്നത്. അങ്ങനെ ചെയ്യുന്നതോടെ അവ പിന്നെയും പെരുകുന്നു. അതിലുമുപരി ഓരോ ഇല്ലായ്മയെയും നമ്മൾ കണക്കിലെടുക്കുമ്പോൾ നമ്മിലേക്ക് വരാനിരിക്കുന്ന അനുഗ്രഹങ്ങൾ ഇല്ലാതാകുകയാണ്. ഒരു കാര്യം തീർത്തു പറയാം. നിങ്ങളുടെ അനുഗ്രഹങ്ങൾ വിലമതിക്കുകയാണ് നിങ്ങളുടെ ജീവിതം സമൃദ്ധമാകാനുള്ള ഏക വഴി. നന്ദി പറയുമ്പോൾ എന്തു കാര്യത്തിനാണ് നന്ദിയുള്ളതെന്ന് ഓർക്കുന്ന ശീലം ഐൻസ്റ്റൈന് ഉണ്ടായിരുന്നു. ഒരു വസ്തുവിനോടോ വ്യക്തിയോടോ സാഹചര്യത്തോടോ എന്തുകൊണ്ടാണ് ഉപകാരസ്മരണയുള്ളതെന്ന കാരണം ആലോചിക്കുമ്പോൾ നിങ്ങളുടെ കൃതജ്ഞതയുടെ ആഴമേറുന്നു. നിങ്ങളുടെ നന്ദി മാന്ത്രികമാകുന്നത് നിങ്ങളുടെ അനുഭൂതിയുടെ അളവ് പോലെയിരിക്കും. നിങ്ങൾക്ക് ലഭിച്ച ഏതെങ്കിലും 10 അനുഗ്രഹങ്ങളുടെ ഒരു പട്ടികയാണ് ആദ്യമായി തയ്യാറാക്കേണ്ടത്. പട്ടികയിലെ ഓരോ ഇനത്തിനുമൊപ്പം നന്ദിയുടെ കാരണവും എഴുതി വയ്ക്കണം. പട്ടിക തയ്യാറാക്കുന്നതിനുള്ള ചില മാർഗരേഖകളും നിർദ്ദേശങ്ങളും ഇനി പറയുന്നു. ഞാൻ വളരെ സന്തുഷ്ടനാണ്. കാരണം എന്ത്? അങ്ങേയറ്റം നന്ദിയുള്ളവനാണ്. കാരണം എന്തുകൊണ്ട്? ഞാൻ സത്യമായും കൃതജ്ഞതയുള്ളവനാണ്. കാരണം എന്ത്? എന്തുകൊണ്ട്? പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ നന്ദി പറയുന്നു. എന്തുകൊണ്ട്? 10 അനുഗ്രഹങ്ങളുടെ പട്ടിക പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഓരോന്നും മനസ്സിലോ ഉച്ചത്തിലോ വായിക്കുക. ഓരോ അനുഗ്രഹത്തിനും ഒടുവിലായി 3 പ്രാവശ്യം മാന്ത്രിക വാക്കായ നന്ദി, നന്ദി, നന്ദി എന്ന് പറയുക. കൂടുതൽ അനുഗ്രഹങ്ങൾ ലഭിക്കുവാൻ കൂടുതൽ കൃതജ്ഞതകൾ പറയേണ്ടതുണ്ട്. നന്മകൾ അനുഭവിക്കുവാൻ നിങ്ങളെ സഹായിക്കാൻ നിങ്ങൾക്ക് പ്രപഞ്ചത്തോടും ദൈവത്തോടും ആത്മീയ ചൈതന്യത്തോടും നന്മയോടും ജീവിതത്തോടും നിങ്ങളിലെ തന്നെ ശക്തിയോടും അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഏതൊരു ആശയത്തോടും നിങ്ങൾക്ക് കൃതജ്ഞത പ്രകടിപ്പിക്കാം. നിങ്ങളുടെ കൃതജ്ഞതയ്ക്ക് കൂടുതൽ ശക്തിയുണ്ടാകും. അത് കൂടുതൽ മാന്ത്രികത സൃഷ്ടിക്കും. അനുഗ്രഹങ്ങൾ എണ്ണുന്ന പരിശീലനം വളരെ ലളിതമാണ്.
നിങ്ങളുടെ ജീവിതം രൂപാന്തരപ്പെടുത്തുവാൻ പര്യാപ്തവുമാണ്. ഞാൻ എന്തിനോടൊക്കെയാണ് നന്ദി പറയേണ്ടത് എന്ന് നിങ്ങൾ ആലോചിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങളോട് നിങ്ങൾക്ക് നന്ദിയുള്ളവരാകാം. നിങ്ങളുടെ കണ്ണുകൾ കാണുന്നു, ചെവികൾ കേൾക്കുന്നു, വായ് രുചി അറിയിക്കുന്നു, മൂക്ക് മണത്തറിയുന്നു, ത്വക്ക് തൊട്ടറിയുവാൻ സഹായിക്കുന്നു. നടക്കാൻ സഹായിക്കുന്ന നിങ്ങളുടെ കാലുകളോട് നന്ദിയുള്ളവരാകണം. ഏതാണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സഹായിക്കുന്ന കൈകളോട് കൃതജ്ഞാലുവായിരിക്കണം. നിങ്ങളെ തന്നെ ആവിഷ്കരിക്കാനും മറ്റുള്ളവരുമായി ആശയവിനിമയം നടത്താനും പ്രാപ്തമാക്കുന്ന നിങ്ങളുടെ ശബ്ദത്തിന് നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കണം. നിങ്ങളെ ആരോഗ്യത്തോടെ നിർത്തുന്ന, വിസ്മയിപ്പിക്കുന്ന രോഗപ്രതിരോധ വ്യവസ്ഥയ്ക്ക് നിങ്ങൾക്ക് നന്ദി പറയാം. നിങ്ങളുടെ ശരീരത്തെ പരിപാലിച്ച് നിങ്ങളെ ജീവനോടെ നിലനിർത്തുന്ന നിങ്ങളുടെ എല്ലാ അവയവങ്ങളോടും കൃതജ്ഞത പുലർത്തണം. ലോകത്തെ ഒരു കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യയ്ക്കും പകർപ്പുണ്ടാക്കാൻ കഴിയാത്ത മനുഷ്യ മനസ്സിന്റെ മാഹാത്മ്യത്തെപ്പറ്റി നിങ്ങൾ ആലോചിക്കുക. നിങ്ങൾക്ക് കൃതജ്ഞതാഭരിതമായിരിക്കുവാൻ തക്ക അനുഗ്രഹമുള്ള പ്രധാന മേഖലകൾ ഏതെന്ന് ചില ഉദാഹരണങ്ങൾ നൽകുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതു വിഷയവും നിങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തുവാൻ വേണ്ടി എടുക്കാവുന്നതാണ്. ആദ്യത്തെ ദിവസത്തെ പരിശീലനത്തിന് മുൻപ് മനസ്സിലാക്കേണ്ട ധാരാളം കാര്യങ്ങൾ നിങ്ങളോട് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ 1-ാം ദിവസത്തെ പരിശീലനത്തിന് ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ കുറിച്ചു വയ്ക്കുന്നതിനു വേണ്ടി ഒരിക്കൽ കൂടി പറയാം. നിങ്ങളുടെ അനുഗ്രഹങ്ങൾക്ക് കൃതജ്ഞത പറയുക. അതിന് ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. 1. രാവിലെ ആദ്യമായി ചെയ്യേണ്ടത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കൃതജ്ഞതയോടെ കാണുന്ന 10 അനുഗ്രഹങ്ങളുടെ പട്ടിക തയ്യാറാക്കുക. 2. ഓരോ അനുഗ്രഹത്തിനും നിങ്ങൾ കൃതജ്ഞത പ്രകാശിപ്പിക്കുകയും അതിനുള്ള കാരണങ്ങളും എഴുതിവെക്കുക. 3. വീണ്ടും അവ നിങ്ങളുടെ മനസ്സിലോ അല്ലെങ്കിൽ ഉച്ചത്തിലോ വായിക്കുക. ഓരോ അനുഗ്രഹത്തിനും ഒടുവിലായി മാന്ത്രിക വാക്കായ നന്ദി, നന്ദി, നന്ദി എന്ന് പറയുക. 4. ഈ മാന്ത്രിക പരിശീലനത്തിന്റെ ആദ്യ 3 സ്റ്റെപ്പുകൾ അടുത്ത 27 ദിവസത്തേക്ക് എല്ലാ ദിവസവും ആവർത്തിക്കണം. ഇതിൽ പറയുന്ന ആദ്യത്തെ 3 സ്റ്റെപ്പുകൾ പൂർത്തീകരിച്ചു കഴിയുമ്പോൾ 1-ാം ദിവസത്തെ മാന്ത്രിക പരിശീലനം പൂർത്തിയാകുന്നു. ഇനി 2-ാം ദിവസത്തെ പരിശീലനം. 2-ാം ദിവസത്തെ പരിശീലനത്തിന് ആദ്യം ചെയ്യേണ്ടത് ഒരു മാന്ത്രിക കല്ല് സംഘടിപ്പിക്കുക എന്നതാണ്. മാന്ത്രിക കല്ല് എന്ന് കേൾക്കുമ്പോൾ അമ്പരക്കുകയോ ഭയപ്പെടുകയോ ചെയ്യേണ്ട. നമ്മൾ വൃത്തിയുള്ള ഒരു സ്ഥലത്തു നിന്നും ഒരു ചെറിയ കല്ല് സംഘടിപ്പിക്കുന്നു. അതിന് നാം മാന്ത്രിക കല്ലാക്കി മാറ്റുന്നു. അത്ര തന്നെ. നിങ്ങളുടെ ഉള്ളം കൈയിൽ വിരലുകൾ കൊണ്ട് പൊതിഞ്ഞു വെക്കാവുന്ന ചെറിയ ഒരു കല്ലാണ് വേണ്ടത്. കൂർത്ത അരികുകളില്ലാത്ത നല്ല മിനുസമുള്ള ഭാരം കുറഞ്ഞ കല്ലുകൾ വേണം എടുക്കേണ്ടത്. നിങ്ങൾക്കൊരു പൂന്തോട്ടമുണ്ടെങ്കിൽ അവിടെ നിന്ന് ഒരു ചെറിയ കല്ല് കണ്ടെത്തിയാൽ അത് നല്ലതാണ്. അല്ലെങ്കിൽ പറമ്പിൽ നിന്നോ പുഴക്കരയിൽ നിന്നോ കടലിടുക്കിൽ നിന്നോ പാർക്കിൽ നിന്നോ വൃത്തിയുള്ള എവിടെ നിന്നും നിങ്ങൾക്ക് ആ കല്ല് കണ്ടെത്താം. നിങ്ങളുടെ കൈവശം വില പിടിച്ച കല്ലുണ്ടെങ്കിൽ അതും മാന്ത്രിക കല്ലായി തിരഞ്ഞെടുക്കാം. നിങ്ങൾ നിങ്ങളുടെ മാന്ത്രിക കല്ല് കണ്ടെത്തിക്കഴിഞ്ഞാൽ അത് നിങ്ങളുടെ കട്ടിലിനു സമീപത്തായി ഉറങ്ങാൻ പോകുമ്പോൾ കാണത്തക്ക വിധം വയ്ക്കുക. രാത്രി നിങ്ങൾ കിടക്കാൻ പോകുന്നതിനു മുൻപ് നിങ്ങളുടെ മാന്ത്രിക കല്ല് ഉള്ളം കൈയിൽ വച്ച് വിരലുകൾ കൊണ്ട് മടക്കി പിടിക്കുക. എന്നിട്ട് അന്നേ ദിനം നിങ്ങൾക്ക് സംഭവിച്ച എല്ലാ നല്ല കാര്യങ്ങളെപ്പറ്റിയും ചിന്തിക്കുക. നിങ്ങൾ കൃതജ്ഞതയോടെ സ്മരിക്കുന്ന ഏറ്റവും മികച്ച കാര്യം കണ്ടെത്തുക. എന്നിട്ട് സംഭവിച്ച ആ നല്ല കാര്യത്തിന് നന്ദി, നന്ദി എന്ന മാന്ത്രിക വാക്കുകൾ പറയുക. അതിനുശേഷം മാന്ത്രിക കല്ല് കട്ടിലിനടുത്ത് വയ്ക്കുക. നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് അന്നേ ദിവസത്തെക്കുറിച്ച് ചിന്തിക്കുക. ആ ദിവസം നടന്ന ഏറ്റവും മികച്ച കാര്യം ഏതാണെന്ന് കണ്ടെത്തുക. കയ്യിൽ മാന്ത്രിക കല്ല് പിടിച്ചുകൊണ്ട് ആ കാര്യത്തെപ്പറ്റി അങ്ങേയറ്റം നന്ദിയോടെ അനുസ്മരിക്കുക. നന്ദി എന്നു പറയുക. കല്ല് ഉപയോഗിച്ച് ഈ രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നത് നിസ്സാരവും പരിഹാസ്യവുമൊക്കെയായി ചിലർക്ക് തോന്നാം. എന്നാൽ ഈ പരിശീലനത്തിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ മാന്ത്രികമായ, അത്ഭുതകരമായ, ഗുണപരമായ കാര്യങ്ങൾ സംഭവിക്കുന്നത്
നിങ്ങൾ അനുഭവിച്ചറിയും. നിങ്ങൾക്കു ലഭിച്ച അനുഗ്രഹങ്ങൾ അനുസ്മരിക്കുകയും മാന്ത്രിക കല്ല് പരിശീലിക്കുകയും ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ദിവസങ്ങൾ ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും കൃതജ്ഞതയോടെയാണെന്ന് ഉറപ്പുവരുത്തുന്നു. കൃതജ്ഞത കാന്തിക ശക്തിയുള്ളതാണ്. ഈ പരിശീലനത്തിന്റെ 1-ാം ദിവസം നിങ്ങൾ പ്രഭാതത്തിൽ മാത്രമാണ് കൃതജ്ഞത പരിശീലിക്കുന്നത്. എന്നാൽ പരിശീലനത്തിന്റെ 2-ാം ദിവസം നിങ്ങൾ പ്രഭാതത്തിലും രാത്രി ഉറങ്ങാൻ പോകുന്നതിനു മുൻപ് ഈ മാന്ത്രിക പരിശീലനം നടത്തുന്നു. അവയുടെ സാരാംശം ഒന്നുകൂടി ലളിതമായി പറയാം. 1. മാന്ത്രിക കല്ല് കണ്ടെത്തുക. 2. മാന്ത്രിക കല്ല് കണ്ടെത്തി നിങ്ങളുടെ കട്ടിലിനടുത്ത് വയ്ക്കുക. 3. ഇന്നു രാത്രി കിടക്കാൻ പോകുന്നതിനു മുൻപ് മാന്ത്രിക കല്ല് കയ്യിൽ പിടിച്ച് ഇന്ന് സംഭവിച്ച ഏറ്റവും മികച്ച കാര്യം അനുസ്മരിക്കുക. 4. ഇന്ന് സംഭവിച്ച ഏറ്റവും മികച്ച കാര്യത്തിന് മാന്ത്രിക വാക്കുകളായ നന്ദി പറയുക. 5. അടുത്ത 26 ദിവസം രാത്രിയിൽ മാന്ത്രിക കല്ല് പരിശീലനം ആവർത്തിക്കുക. 2-ാം ദിവസത്തെ പരിശീലനം ഇവിടെ പൂർണ്ണമാകുന്നു. 3-ാം ദിവസത്തെ മാന്ത്രിക പരിശീലനം നമ്മുടെ ബന്ധങ്ങൾ ശക്തമാക്കാനും പരിപോഷിപ്പിക്കുവാനും ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. മനുഷ്യൻ ഒരു സാമൂഹിക ജീവിയാണ്. ബന്ധങ്ങളാണ് അവന്റെ ജീവിതത്തെ അർത്ഥപൂർണമാക്കുന്നതും സന്തോഷം നൽകുന്നതും. സുഹൃത്തുക്കൾ നമ്മുടെ ജീവിതത്തിന് വഴികാട്ടികൾ മാത്രമല്ല, നമ്മളുടെ ജീവിതം ആനന്ദകരമാക്കാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നതും സുഹൃത്തുക്കൾ തന്നെയാണ്. കൃതജ്ഞത നിങ്ങൾക്ക് കൂടുതൽ ക്ഷമയും ദയയും സഹാനുഭൂതിയും നൽകി നിങ്ങളെ ഉയർന്ന തലത്തിലേക്കെത്തിക്കുന്നു. വാക്കുകൾ വളരെ ശക്തിയുള്ളവയാണ്. അതുകൊണ്ടുതന്നെ നമ്മൾ ആരെയെങ്കിലും പറ്റി പരാതിപ്പെടുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിനാണ് ദോഷമുണ്ടാകുന്നത്. ഇതുകൊണ്ടാണ് ലോകത്തെ മഹാത്മാക്കളായ ഗുരുക്കന്മാരും വ്യക്തിത്വങ്ങളും നമ്മളോട് കൃതജ്ഞതാഭരിതമായിരിക്കുവാൻ പറഞ്ഞത്. ആളുകൾ അവർ ആയിരിക്കുന്ന വിധത്തിൽ തന്നെ അവരോട് കൃതജ്ഞത പ്രകടിപ്പിക്കുക എന്നതാണ് ഇന്നത്തെ മാന്ത്രിക പരിശീലനം. നിലവിൽ നിങ്ങളുടെ എല്ലാ ബന്ധങ്ങളും നന്നായിരിക്കുന്നുവെങ്കിൽ കൂടി ഈ പരിശീലനത്തിലൂടെ അവയുടെ പ്രൗഢി വർദ്ധിക്കപ്പെടും. നിങ്ങൾ നന്ദി പ്രകാശിപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്ന ആ വ്യക്തിയിൽ നിങ്ങൾ നന്ദിയോടെ കാണുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് സമയം ചെലവഴിച്ച ശേഷം അവരുടെ ചിത്രം നിങ്ങളുടെ മുന്നിലേക്കായി വയ്ക്കുക. ഒരു പേനയും നോട്ട്ബുക്കും എടുത്തോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലോ ആ വ്യക്തിയിൽ നിങ്ങൾ ഏറ്റവും കൃതജ്ഞതയോടെ കാണുന്ന 5 കാര്യങ്ങൾ രേഖപ്പെടുത്തുക. ഈ 5 കാര്യങ്ങളുടെ പട്ടിക ഉണ്ടാക്കുമ്പോൾ ആ വ്യക്തിയുടെ ചിത്രത്തിൽ നോക്കി ഓരോ വാചകവും നന്ദി എന്ന മന്ത്രവാക്കോടെ തുടങ്ങുക. നിങ്ങൾ ധാരാളമായി യാത്ര ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ ബാഗിലോ പോക്കറ്റിലോ ചിത്രങ്ങൾ സൂക്ഷിക്കുക. ദിവസത്തിൽ 3 തവണ ഫോട്ടോകളിൽ നോക്കി ഇതേ നടപടിക്രമം പിന്തുടരുവാൻ ശ്രമിക്കുക. മാന്ത്രികമായ ആരോഗ്യം എന്നതാണ് ഈ ദിവസത്തെ പരിശീലന വിഷയം. ഒരു മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ധനം എന്നു പറയുന്നത് ആരോഗ്യമാണ്. ആരോഗ്യമുണ്ടെങ്കിൽ ബാക്കിയൊക്കെ താനേ വന്നു ചേരും. എന്നാൽ ഏറ്റവും ആവശ്യമായ ആരോഗ്യം എന്ന ധനത്തെക്കുറിച്ച് ഭൂരിപക്ഷം ആളുകളും ബോധവാന്മാരല്ല എന്നതാണ് യാഥാർത്ഥ്യം. നല്ല പോഷകാഹാരവും വ്യായാമവും ലഭിച്ചിട്ടും ചിലരിൽ കാണുന്ന ഊർജ്ജക്ഷമതയുടെ കുറവിന് പ്രധാന കാരണം കൃതജ്ഞതയില്ലായ്മയാണ്. മാന്ത്രിക ആരോഗ്യ പരിശീലനം ആരംഭിക്കുന്നു. നിങ്ങളുടെ ശരീരത്തിലെ ഏതെങ്കിലും ഒരു ഭാഗത്തെക്കുറിച്ച് സ്വയം പറയുകയും അത് കേൾക്കുകയും ചെയ്യുക. ഉദാഹരണമായി, എന്റെ കണ്ണുകൾക്ക് നല്ല കാഴ്ചശക്തിയുണ്ട്. എന്റെ ഹൃദയം ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നു. ഇത് പറയുകയും കേൾക്കുകയും ചെയ്തതിനു ശേഷം കണ്ണുകൾ അടയ്ക്കുക. എന്നിട്ട് മനസ്സിൽ ആ വരികൾ ആവർത്തിച്ച് നിങ്ങളുടെ ശരീരത്തിലെ ആ ഭാഗത്തിനോട് കഴിയാവുന്നിടത്തോളം കൃതജ്ഞത പ്രകാശിപ്പിക്കുക. എന്തിന് നിങ്ങൾ കൃതജ്ഞത പ്രകാശിപ്പിക്കണമെന്ന് ചിന്തിക്കുമ്പോൾ അത് നിങ്ങളെ കൂടുതൽ ആഴത്തിൽ അതേപ്പറ്റി നന്ദിയുള്ളവരായിരിക്കുവാൻ സഹായിക്കും. വിസ്മയിപ്പിക്കുന്ന നിങ്ങളുടെ ഇന്ദ്രിയങ്ങളെപ്പറ്റി ചിന്തിക്കുക. വെറുമൊരു ജലദോഷം പിടിപെട്ടാൽ തന്നെ നിങ്ങൾക്കറിയാം രുചി അറിയാനുള്ള കഴിവ് നഷ്ടപ്പെടുമെന്ന്. അതോടെ ഭക്ഷണം കഴിക്കുന്നതും വെള്ളം കുടിക്കുന്നതുമെല്ലാം രുചി അറിയാതെയായി മാറുമെന്ന്. പറയുക, എന്റെ രുചി അറിയാനുള്ള കഴിവിന് നന്ദി. ജീവിതത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള കാര്യമാണ് മനുഷ്യജീവികൾ തമ്മിലുള്ള ഹസ്തദാനം. പറയൂ,
എന്റെ ഏറ്റവും വിലപ്പെട്ട സ്പർശബോധത്തിന് നന്ദി. നിങ്ങളുടെ കണ്ണുകളുടെ അത്ഭുതത്തെക്കുറിച്ച് ചിന്തിക്കൂ. നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെയും സുഹൃത്തുക്കളുടെയും മുഖങ്ങൾ കാണാൻ കണ്ണുകൾ നിങ്ങളെ പ്രാപ്തരാക്കുന്നു. പുസ്തകങ്ങൾ, പത്രങ്ങൾ, ഇമെയിലുകൾ എന്നിവ വായിക്കാം. ടെലിവിഷൻ കാണാം. പ്രകൃതി ഭംഗി നുകരാം. ഇതിനെല്ലാമുപരി ജീവിത വഴിയിലൂടെ മുന്നേറാം. 1 മണിക്കൂർ നേരത്തേക്ക് നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൾ മൂടിക്കെട്ടി നോക്കൂ. എന്നിട്ട് നിങ്ങൾ സാധാരണ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കൂ. നിങ്ങളുടെ കണ്ണുകളെ നിങ്ങൾ നമിക്കൂ. പറയൂ, എല്ലാം കാണാൻ എനിക്ക് കഴിവ് നൽകുന്ന എന്റെ കണ്ണുകൾക്ക് നന്ദി. തലച്ചോറിന്റെ പ്രവർത്തനം കാര്യക്ഷമമല്ലെങ്കിൽ നിങ്ങളുടെ ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനങ്ങൾ ശരിയായ രീതിയിൽ നടക്കുകയില്ല. ജീവിതത്തെ അറിയുവാനും ആസ്വദിക്കുവാനും യഥാർത്ഥത്തിൽ നിങ്ങളെ സഹായിക്കുന്നത് നിങ്ങളുടെ തലച്ചോറാണ്. ലോകത്തെ ഒരു കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യയും ഈ കഴിവിന് പകരം ആകില്ല. പറയൂ, എന്റെ തലച്ചോറിനും എന്റെ മനോഹരമായ മനസ്സിനും നന്ദി. നിങ്ങളുടെ ശരീരത്തിനും ആരോഗ്യത്തിനും ജീവിതത്തിനും വേണ്ടി ആഴ്ചയിൽ 7 ദിവസവും 24 മണിക്കൂറും നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കോടിക്കണക്കിന് കോശങ്ങളെപ്പറ്റി ചിന്തിക്കൂ. പറയൂ, കോശങ്ങൾക്ക് നന്ദി. നിങ്ങളുടെ എല്ലാ ശരീരഭാഗങ്ങളിലേക്കും ജീവന്റെ ഒഴുക്കു നിയന്ത്രിക്കുന്നത് ഹൃദയമാണ്. പറയൂ, എന്റെ ശക്തവും ആരോഗ്യസമ്പന്നവുമായ ഹൃദയത്തിന് നന്ദി. അടുത്തതായി ഒരു പേപ്പറോ കാർഡോ എടുത്ത് അതിൽ വലിയ അക്ഷരങ്ങളിൽ ഇനി പറയുന്ന കാര്യങ്ങൾ എഴുതുക. ആരോഗ്യം നൽകിയ സമ്മാനമാണ് എന്റെ ജീവിതം. എന്നിട്ട് ഈ കാർഡ് എപ്പോഴും കാണത്തക്ക രീതിയിൽ ഒരു സ്ഥലത്ത് വയ്ക്കുക. ഇന്ന് കുറഞ്ഞപക്ഷം വ്യത്യസ്തമായ 4 സന്ദർഭങ്ങളിൽ നിങ്ങൾ വാക്കുകൾ കാണുമ്പോൾ വളരെ സാവധാനം ഒരു സമയം ഒരു വാക്ക് എന്ന രീതിയിൽ വായിക്കുക. എന്നിട്ട് നന്ദിപൂർവം ആരോഗ്യത്തിന്റെ സമ്മാനം അനുഭവിക്കുക. മാന്ത്രിക പരിശീലനം 5-ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. മാന്ത്രിക പണം എന്നതാണ് ഈ ദിവസത്തെ പരിശീലന പദ്ധതി. എല്ലാവർക്കും ഒഴിച്ചുകൂടാനാകാത്ത ഒന്നാണ് പണം. പണമുണ്ടെങ്കിൽ നമ്മുടെ 50% പ്രശ്നങ്ങളും പരിഹരിക്കാം എന്നാണ് പറയപ്പെടുന്നത്. ഹാർഡ് വർക്ക് അല്ല, സ്മാർട്ട് വർക്കാണ് പണമുണ്ടാക്കാൻ നല്ലതെന്ന് ആധുനിക മോട്ടിവേഷൻ ഗുരുക്കന്മാർ പഠിപ്പിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ പണത്തിന്റെ അഭാവമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും മനസ്സിലാക്കേണ്ട ചില വസ്തുതകളുണ്ട്. നിങ്ങൾക്കുണ്ടാകുന്ന സങ്കടത്തിനും അസൂയയ്ക്കും നിരാശയ്ക്കും സംശയത്തിനും പണത്തെക്കുറിച്ചുള്ള ഭയത്തിനും നിങ്ങളിലേക്ക് പണം എത്തിച്ചേരുന്നതിന് തടസ്സമായി മാറുന്നു എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. എന്തുകൊണ്ടെന്നാൽ ഇത്തരം വികാരങ്ങൾ വരുന്നത് നിങ്ങൾക്ക് ഇപ്പോഴുള്ള പണത്തിൽ, ഐശ്വര്യത്തിൽ നിങ്ങൾ നന്ദിയുള്ളവരല്ല എന്നതുകൊണ്ടാണ്. പണത്തെക്കുറിച്ചുള്ള പരാതി, പണത്തെക്കുറിച്ചുള്ള തർക്കം, പണത്തെപ്പറ്റി നിരാശ, എന്തിന്റെയെങ്കിലും വിലയെക്കുറിച്ചുള്ള വിമർശനം, അല്ലെങ്കിൽ പണത്തെ മോശമായി കരുതുക തുടങ്ങിയവയൊക്കെ നെഗറ്റീവ് എനർജിയാണ് നിങ്ങളിലേക്ക് പകരുന്നത്. ഇവയെല്ലാം നന്ദികേടിന്റെ പ്രകടനങ്ങളാണ്. ഭൂരിഭാഗം പേർക്കും പണം ഒരു കൗശലക്കാരനെ പോലെയാണ്. പ്രത്യേകിച്ചും ആവശ്യത്തിന് പണമില്ലാത്തവർക്ക്. അതുകൊണ്ട് 2 തരത്തിലാണ് മാന്ത്രിക പണ പരിശീലനമുള്ളത്. മാന്ത്രിക പണപരിശീലനം തുടരുന്നതിന്റെ ഭാഗമായി ഒരു 1 രൂപ നാണയം എടുക്കുക. അതിൽ ഇനി നിങ്ങൾ പറയുന്ന വാചകം ചെറുതായി എഴുതി ഒട്ടിക്കുക. എന്റെ ജീവിതത്തിലുടനീളം എനിക്ക് ലഭിച്ച പണത്തിന് നന്ദി. നിങ്ങളുടെ ഈ മാന്ത്രിക നാണയം എടുത്ത് പേഴ്സിലോ പോക്കറ്റിലോ ഇടുക. രാവിലെയോ ഉച്ചയ്ക്ക് ശേഷമോ ഒരു തവണയോ നിങ്ങൾ വിചാരിക്കുന്ന അത്രയും തവണയോ ഇത് ചെയ്യാവുന്നതാണ്. ഇന്നു മുതൽക്കങ്ങോട്ടേക്ക് എപ്പോഴെല്ലാം എന്തെങ്കിലും പണം, നിങ്ങളുടെ ശമ്പളമോ കിഴിവോ റീഫണ്ടോ അല്ലെങ്കിൽ പണത്തിന് തുല്യമായ എന്തെങ്കിലുമോ ലഭിക്കുമ്പോൾ നിങ്ങൾ തികച്ചും കൃതജ്ഞത ഉള്ളവനായിരിക്കുമെന്ന് നിങ്ങൾ പ്രതിജ്ഞ ചെയ്യുക. ഈ ഓരോ സന്ദർഭങ്ങളും അർത്ഥമാക്കുന്നത് നിങ്ങൾ പണം സ്വീകരിച്ചു എന്നതാണ്. ഓരോ സംഭവവും കൃതജ്ഞതയുടെ മാന്ത്രിക ശക്തി പ്രയോഗത്തിൽ വരുത്താനുള്ള ഒരവസരവും കൂടിയാണ്. 5-ാം ദിവസം പരിശീലനം ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചുരുക്കി പറയാം. മാന്ത്രിക പരിശീലനത്തിന്റെ 1 മുതൽ 3 വരെയുള്ള സ്റ്റെപ്പുകൾ ആവർത്തിക്കുക. ഒന്നാമതായി നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾ എഴുതുക. 10 അനുഗ്രഹങ്ങളുടെ പട്ടിക തയ്യാറാക്കുക. എന്തുകൊണ്ട് ഇതിന് നന്ദി പ്രകാശിപ്പിക്കണമെന്ന് എഴുതുക.
പട്ടിക ആവർത്തിച്ച് നന്ദി, നന്ദി, നന്ദി എന്ന് പറയുക. ഓരോ സംഭവത്തിനും ഉള്ളിൽ തട്ടി കൃതജ്ഞത പ്രകാശിപ്പിക്കുക. നിങ്ങളുടെ ബാല്യ-കൗമാരകാലത്തെപ്പറ്റി അല്പസമയം ഇരുന്ന് ചിന്തിക്കുക. അക്കാലത്ത് 1 രൂപ പോലും ചെലവില്ലാതെ നിങ്ങൾക്ക് ലഭിച്ചിരുന്ന കാര്യങ്ങൾ ഓർക്കുക. നിങ്ങൾക്കുവേണ്ടി മറ്റുള്ളവർ പണം ചിലവഴിക്കപ്പെട്ട ഓരോ സന്ദർഭവും ഓർക്കുക. ഹൃദയം പൂർണ്ണമായും ആ സംഭവത്തിൽ ഉറപ്പിച്ച് ഉള്ളിൽ തട്ടി നന്ദി എന്ന ഈ മാന്ത്രിക വാക്കുകൾ ഉരുവിടുക. ഈ ദിവസത്തിനു ശേഷം മാന്ത്രിക രൂപ എല്ലാ ദിവസവും നിങ്ങൾ കാണത്തക്ക സ്ഥലത്ത് വയ്ക്കുക. നിങ്ങൾക്ക് ലഭിച്ച ധനസമൃദ്ധിയിൽ നന്ദി പ്രകാശിപ്പിക്കേണ്ടത് ഓർമ്മിക്കാനാണിത്. 5-ാം ദിവസത്തെ പരിശീലനമായ മാന്ത്രിക പണം ഇവിടെ പൂർത്തിയാകുന്നു. 6-ാം ദിവസത്തെ മാന്ത്രിക പരിശീലനത്തിലേക്ക് കടക്കാം. ജീവിതത്തിൽ എല്ലാവർക്കും ഒരു തൊഴിൽ വേണം. അത് സർക്കാർ ജോലിയാകാം, പ്രൈവറ്റ് ജോലിയാകാം. ഡോക്ടറോ എഞ്ചിനീയറോ മാനേജ്മെന്റ് വിദഗ്ധനോ ഒക്കെയാകാം. ബിസിനസ്, രാഷ്ട്രീയം, സാമൂഹിക സേവനം ഇവയൊക്കെ തൊഴിലിന്റെ ഗണത്തിലാണ് റോണ്ട ബൈറൻ തന്റെ ലോകപ്രശസ്തമായ ദ മാജിക്കിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്തുതന്നെയായാലും ജീവിക്കാൻ ഒരു തൊഴിൽ ആവശ്യമാണ്. ഏതു തൊഴിലായാലും ആ തൊഴിൽ അഭിവൃദ്ധിയുണ്ടായാൽ മാത്രമേ മനുഷ്യന് സന്തോഷവും സമാധാനവും ധനവും അംഗീകാരവും ലഭിക്കുകയുള്ളൂ. നിങ്ങളുടെ ജോലി അല്ലെങ്കിൽ പ്രവൃത്തി മന്ദഗതിയിലാവുകയും കാലക്രമേണ തൊഴിൽ നഷ്ടപ്പെട്ടേക്കാവുന്ന വിധം അധപ്പതിക്കുകയും ചെയ്തേക്കാം. ഓർക്കുക, നന്ദിയില്ലാത്തവരിൽ നിന്ന് ഉള്ളതുകൂടി എടുക്കപ്പെടും. നിങ്ങൾ എത്രത്തോളം കൃതജ്ഞത അർപ്പിക്കുന്നുവോ അതിന് തത്തുല്യമായി നിങ്ങൾക്ക് തിരികെ ലഭിക്കും. ബിസിനസ് ഉടമകൾ ബിസിനസ്സിന് നന്ദി പ്രകാശിപ്പിക്കുന്നതിനു പകരം വിഷമിക്കുകയാണെങ്കിൽ അവരുടെ കച്ചവടം താഴേക്കു പോകും. നിങ്ങളുടെ ജോലിയെപ്പറ്റി നിങ്ങൾക്കുള്ള ചിന്തകളും വികാരങ്ങളും റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുന്ന അദൃശ്യനായ ഒരു മാനേജർ നിങ്ങൾക്ക് ഉണ്ടെന്ന് ഇന്ന് ഭാവനയിൽ കാണുക. ഇനി മാനേജർ കയ്യിലൊരു പേനയും നോട്ട്ബുക്കും പിടിച്ച് ഇന്ന് നിങ്ങൾ പോകുന്നിടത്തെല്ലാം നിങ്ങളെ പിന്തുടരുമെന്ന് കരുതുക. നിങ്ങളുടെ തൊഴിലിൽ കൃതജ്ഞതയുടെ മുഹൂർത്തങ്ങൾ നിങ്ങൾ കണ്ടെത്തുമ്പോഴൊക്കെ നിങ്ങളുടെ മാനേജർ അത് കുറിച്ചുവെക്കും. നിങ്ങളുടെ ജോലി നിങ്ങൾ നന്ദിയോടിരിക്കുന്ന പരമാവധി കാര്യങ്ങൾ കണ്ടെത്തുക എന്നതാണ്. അങ്ങനെയെങ്കിൽ ദിനാന്ത്യം നിങ്ങളുടെ മാനേജർക്ക് നിങ്ങളുടെ കൃതജ്ഞതയുടെ വലിയൊരു പട്ടിക തന്നെ ലഭിക്കും. ഇന്നത്തെ നിങ്ങളുടെ പ്രവൃത്തി നിങ്ങൾക്ക് കഴിയാവുന്നിടത്തോളം നന്ദി പ്രകാശിപ്പിക്കുവാൻ തക്ക കാരണങ്ങൾ കണ്ടെത്തുക എന്നതാണ്. നിങ്ങളുടെ മാനേജർ നിങ്ങൾ കൃതജ്ഞാലുവായിരിക്കുന്ന ഓരോ നിമിഷവും ഇപ്രകാരം പറഞ്ഞുകൊണ്ട് കുറിച്ചിടട്ടെ: ഞാൻ അങ്ങേയറ്റം നന്ദിയുള്ളവനാണ്. 6-ാം ദിവസത്തെ മാന്ത്രിക പരിശീലനം പരിസമാപ്തി കുറിക്കുന്നു. 7-ാം ദിവസത്തെ മാന്ത്രിക പരിശീലനത്തിലേക്ക് കടക്കാം. നെഗറ്റിവിറ്റി. 7 എന്നത് തന്നെ ഒരു മാന്ത്രിക സംഖ്യയാണ്. 7 ആകാശം, 7 ഭൂമി. പണ്ടുമുതലേ പൂർവികർ പറഞ്ഞ് പതിഞ്ഞതാണ് നമ്മുടെ മനസ്സിൽ 7 എന്ന മാന്ത്രിക സംഖ്യ. കഴിഞ്ഞുപോയ 6 ദിവസവും ഈ മാന്ത്രിക പരിശീലനം നടത്തുവാൻ മനസ്സും ആരോഗ്യവും സമയവും തന്ന ജഗദീശ്വരനോട് നന്ദി പറയുക. ഈശ്വരവിശ്വാസമില്ലാത്തവർ പ്രപഞ്ചത്തോട് നന്ദി പറയുക. ദൈവവിശ്വാസമുള്ളവർക്കും ഇല്ലാത്തവർക്കും അനുഗ്രഹം നൽകുന്നതാണ് കൃതജ്ഞത എന്ന മാന്ത്രിക വാക്ക്. നിഷേധാത്മകമായ വികാരങ്ങൾ നമ്മുടെ ഉള്ളിൽ നിത്യേന ഉണ്ടാകാറുണ്ട്. അവയ്ക്കെതിരെ പ്രതിരോധം സംഘടിപ്പിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ പരിശീലന പരിപാടിയുടെ പ്രധാന ഉദ്ദേശം. ആകർഷണ നിയമം അനുസരിച്ച് നിങ്ങൾ പരാതിപ്പെടുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പരാതിപ്പെടാനുള്ള സംഭവങ്ങൾ കൂടുതലായി വന്നുചേരും. ഒരു കാര്യം തെറ്റായ രീതിയിൽ പോകുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുമുണ്ട്. പലപ്പോഴും നിങ്ങൾ മനഃപൂർവ്വമല്ലെങ്കിലും വേണ്ടത്ര നന്ദിയുള്ളവർ ആയിരുന്നില്ല എന്ന്. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പരിഹരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രശ്നമോ പ്രതികൂല സാഹചര്യമോ എടുക്കുക. എന്നിട്ട് നന്ദി പ്രകാശിപ്പിക്കാൻ ഉതകുന്ന 10 കാര്യങ്ങളും എടുക്കുക. ഇത്തരമൊരു പരിശീലനം വെല്ലുവിളിയാണെന്ന് എനിക്കറിയാം. നിങ്ങളുടെ കൃതജ്ഞതാ പുസ്തകത്തിലോ കമ്പ്യൂട്ടറിലോ 10 കാര്യങ്ങളുടെ പട്ടിക തയ്യാറാക്കി വയ്ക്കുക. ഇന്നത്തെ ഒരു ദിവസമെങ്കിലും നിഷേധാത്മകമായ കാര്യം പറയാതിരിക്കുവാൻ കഴിയുമോ എന്ന് പരീക്ഷിക്കുക. ഓർക്കുക, പരാതിയും നിഷേധാത്മകതയും അതേ ഗണത്തിലുള്ള കാര്യങ്ങളെ ആകർഷിക്കും. നിങ്ങൾ പറയാൻ പോകുന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് അവബോധമുണ്ടെങ്കിൽ നിങ്ങൾക്കത് നിർത്തുവാൻ സാധിക്കും. നിഷേധാത്മകമായ ചിന്തകളോ
സംസാരമോ നിങ്ങളിൽ രൂപം കൊള്ളുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ മാന്ത്രിക ജീവരേഖ ഉപയോഗിക്കുക. ചിന്തകൾ പെട്ടെന്ന് തന്നെ നിർത്തി പറയുക. എന്നാൽ ഞാൻ യഥാർത്ഥത്തിൽ നന്ദിയുള്ളവനാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇന്ന് ഉറങ്ങാൻ പോകുന്നതിനു മുൻപ് വലത്തെ കൈയിൽ മാന്ത്രിക കല്ല് പിടിച്ച് ഇന്ന് സംഭവിച്ച ഏറ്റവും നല്ല കാര്യത്തിന് നന്ദി എന്ന മാന്ത്രിക വാക്കുകൾ ഉരുവിടുക. 7ാമത്തെ മാന്ത്രിക പരിശീലനം നിങ്ങൾ ചെയ്തു കഴിഞ്ഞു. 8ാം ദിവസത്തെ മാന്ത്രിക പരിശീലനത്തിലേക്ക് കടക്കാം. മാന്ത്രിക സദ്യ ഉണ്ണാം അഥവാ മാജിക് ഇൻഗ്രീഡിയൻസ് എന്നതാണ് ഇന്നത്തെ വിഷയം. ഇര തേടുക, ഇണ ചേരുക എന്നത് മനുഷ്യന്റെ മാത്രമല്ല, ജീവിവർഗങ്ങളുടെ എല്ലാം പ്രാഥമികമായ ആവശ്യമാണ്. ഇതിൽ ആദ്യത്തേത് ഇര തേടുക എന്നത് തന്നെയാണ്. മനുഷ്യന്റെ പരമപ്രധാനമായ ആവശ്യമാണ് ഭക്ഷണം കഴിക്കുക എന്നത്. എന്നാൽ വയറു നിറയുന്നതിനു വേണ്ടി അല്ലെങ്കിൽ വിശപ്പ് മാറുന്നതിനു വേണ്ടി മാത്രമല്ല ഭക്ഷണം കഴിക്കുന്നത്. ഭക്ഷണം രുചികരമായും ആസ്വാദ്യകരമായും കഴിക്കണം. ഭക്ഷണം കഴിക്കുന്നതിനു മുൻപും ശേഷവും ആഹാരത്തിന് നന്ദി പറയുക. 21ാം നൂറ്റാണ്ടിലെ അതിവേഗതയാർന്ന ജീവിത രീതിയെ തുടർന്ന് ഭക്ഷണത്തിന് നന്ദി പറയുക എന്നത് പിന്നിലായിപ്പോയി. എന്നാൽ കഴിക്കുന്നതും കുടിക്കുന്നതുമെല്ലാം നന്ദി പറയാനുള്ള അവസരങ്ങളായി മാറിയാൽ നിങ്ങളുടെ ജീവിതത്തിന്റെ മാന്ത്രികത ക്രമാതീതമായി വർദ്ധിക്കും. നിങ്ങൾക്ക് കഴിയുന്നത് ആത്മാർത്ഥമായി ആ അനുഗ്രഹത്തെ നന്ദിയോടെ ഉൾക്കൊള്ളുക. ഇന്നു നിങ്ങൾ എന്തെങ്കിലും കഴിക്കുന്നതിനും കുടിക്കുന്നതിനും മുൻപ് അതിലേക്ക് ഒരു നിമിഷം നോക്കി നിങ്ങളുടെ മനസ്സിലോ ഉറക്കെയോ മാന്ത്രിക വാക്കായ നന്ദി ഉരുവിടുക. ഇന്ന് ഉറങ്ങാൻ പോകുന്നതിനു മുൻപ് ഒരു കൈയിൽ മാന്ത്രിക കല്ല് പിടിച്ച് ഇന്ന് സംഭവിച്ച എല്ലാ നല്ല കാര്യത്തിനും നന്ദി എന്ന മാന്ത്രിക വാക്ക് ഉരുവിടുക. നന്ദി, നന്ദി, നന്ദി. മാന്ത്രിക പരിശീലനം 9ാം ദിവസത്തിലേക്ക് കടക്കാം. മാന്ത്രിക ധനകാന്തം എന്നതാണ് 9ാം ദിവസത്തെ പരിപാടി. നിങ്ങൾ സമർപ്പിച്ച കൃതജ്ഞതയാണ് നിങ്ങളിലേക്ക് സമൃദ്ധി കൊണ്ടുവരുന്നത്. ആയതിനാൽ എപ്പോഴും കൃതജ്ഞത ഭരിതരായിരിക്കുക. 9ാം ദിവസത്തെ മാന്ത്രിക പരിശീലനത്തിലേക്ക് കടക്കാം. ഇന്ന് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ. നിങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ എണ്ണുക. 10 അനുഗ്രഹങ്ങളുടെ പട്ടിക തയ്യാറാക്കുക. എന്തുകൊണ്ടാണ് നിങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നതെന്ന് എഴുതുക. പട്ടിക ആവർത്തിച്ചു വായിക്കുക. ഓരോ അനുഗ്രഹത്തിന്റെയും അവസാനം നന്ദി, നന്ദി, നന്ദി എന്നെഴുതുക. നിങ്ങൾക്ക് കഴിയുന്നത്ര ആഴത്തിൽ അത് ഉൾക്കൊള്ളുക. മാന്ത്രിക പരിശീലന പദ്ധതി 10ാം ദിവസം. ഈ ദിവസത്തെ പരിശീലനത്തിന്റെ പേര് കൃതജ്ഞത എന്ന മാന്ത്രിക പൊടി. കൃതജ്ഞത ഒരു മാന്ത്രിക പൊടിയാണ്. നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് നാം കൃതജ്ഞത പ്രകടിപ്പിക്കുമ്പോൾ നാം ഒരു മാന്ത്രിക പൊടിയാണ് വിതറുന്നത്. ഈ മാന്ത്രിക പൊടി അത്ഭുതകരമായ ഫലങ്ങളാണ് കൊണ്ടുവരുന്നത്. നിറഞ്ഞ ഹൃദയത്തോടെയും മറ്റൊരാൾക്ക് എന്ത് നൽകിയാലും അത് 100 മടങ്ങായി നമ്മളിലേക്ക് തിരിച്ചെത്തുമെന്ന് ആത്മീയ പഠനങ്ങൾ പറയുന്നു. അതുകൊണ്ട് മറ്റുള്ളവരിൽ നിന്നും സ്വീകരിക്കുന്ന എന്തിനും നന്ദി പറയേണ്ടത് അടിയന്തിരമായ ഒന്നാണെന്നു മാത്രമല്ല, അത് നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിന് സുപ്രധാനവുമാണ്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് പോസിറ്റീവ് എനർജി കൊണ്ടുവരുവാനായി നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും രീതിയിൽ സഹായിക്കുകയോ സ്വാധീനിക്കുകയോ ചെയ്തവർക്ക് നിങ്ങൾ നന്ദി പറയുക. മാന്ത്രിക പരിശീലനം 11ാം ദിവസത്തിലേക്ക് കടക്കുന്നു. മാന്ത്രിക പ്രഭാതം എന്നതാണ് ഈ ദിവസത്തെ പരിശീലന വിഷയം. നിങ്ങളുടെ ഓരോ ദിവസവും ഐശ്വര്യപൂർണമായ ദിനങ്ങൾ ആയിരിക്കും. എല്ലാ നെഗറ്റിവിറ്റികളെയും അകറ്റി പോസിറ്റീവും ഗുണപരവുമായ ഒരു ദിവസമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇത് ഉറപ്പുവരുത്താനുള്ള ഏറ്റവും എളുപ്പവും ലളിതവുമായ വഴി പ്രഭാതത്തിൽ കൃതജ്ഞത നിറയ്ക്കുകയാണ്. കൃതജ്ഞത നിങ്ങളുടെ പ്രഭാതചര്യയിൽ ഉൾപ്പെടുത്തുമ്പോൾ മാന്ത്രികതയുടെ ഗുണഫലങ്ങൾ ദിവസം മുഴുവൻ നിങ്ങൾക്ക് അനുഭവിക്കുവാൻ സാധിക്കും. ദി മാജിക് എന്ന പുസ്തകത്തിന്റെ ഓഡിയോ സംഗ്രഹം ഞാൻ കേട്ടത് കുക്കു FM-ലൂടെയാണ്. കൃതജ്ഞതയുടെ അപാര ശക്തി എങ്ങനെ നമ്മുടെ ജീവിത വിജയത്തിന് ഉപയോഗിക്കാം എന്നാണ് ഈ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതത്തിൽ ഗുണപരമായ പരിവർത്തനം വരുത്തിയ ഈ പുസ്തകം എന്റെ ജീവിതത്തിലും വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചു. ഡോക്ടർമാർ ഇനി രക്ഷയില്ല എന്ന് പറഞ്ഞ് കൈമലർത്തിയ രോഗികൾ വരെ ഈ അത്ഭുത മന്ത്രങ്ങൾ പരിശീലിച്ചതുവഴി
പൂർണ്ണ ആരോഗ്യവാന്മാരായി ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. ഈ പുസ്തകം ഉൾപ്പെടെ വിവിധ ഭാഷകളിലുള്ള നൂറുകണക്കിന് പുസ്തകങ്ങളുടെ ഓഡിയോ സംഗ്രഹം കേൾക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിരിക്കുന്ന ലിങ്ക് ഉപയോഗിച്ച് കുക്കു FM ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. 399 രൂപയ്ക്ക് ലഭിക്കുന്ന വാർഷിക സബ്സ്ക്രിപ്ഷൻ, അതിൽ നൽകിയിരിക്കുന്ന MMM50 എന്ന കൂപ്പൺ കോഡ് ഉപയോഗിച്ചാൽ 199 രൂപയ്ക്ക് ലഭിക്കുന്നതാണ്. ഓർക്കുക, നിങ്ങൾ ഒരു ദിവസം 1 രൂപയ്ക്ക് താഴെ മാത്രമാണ് ചെലവഴിക്കുന്നത്. എന്നാൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങളുടെ സമയവും സൗകര്യവും അനുസരിച്ച് അറിവിന്റെയും വിനോദത്തിന്റെയും അക്ഷയഖനികൾ കേൾക്കാനുള്ള അസുലഭ സന്ദർഭമാണ്. പരിമിത കാലത്തേക്ക് മാത്രമുള്ള ഈ ഓഫർ ഇന്ന് തന്നെ കരസ്ഥമാക്കുക. കൃതജ്ഞത നിറഞ്ഞ ഒരു പ്രഭാതം മറ്റുള്ളവരിലേക്കും പോസിറ്റീവ് എനർജി പകർത്തുവാൻ നിങ്ങൾക്ക് പ്രചോദനം നൽകും. നെഗറ്റിവിറ്റി നമ്മളിൽ നിന്നും അകന്നു പോകും. മാന്ത്രിക പരിശീലനം 12ാം ദിവസത്തിലേക്ക് കടക്കുന്നു. മാന്ത്രിക മനുഷ്യർ എന്നതാണ് ഈ ദിവസത്തെ പരിശീലന വിഷയം. എല്ലാവരുടെയും ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയ ചില വ്യക്തികളുണ്ടാവും. ചിലപ്പോൾ അത് മാതാപിതാക്കളാകാം, മുത്തശ്ശിയോ മുത്തശ്ശനോ ആകാം, സഹോദരിയോ സഹോദരനോ ആകാം. സുഹൃത്തുക്കൾ നമ്മളിൽ വളരെയധികം സ്വാധീനം ചെലുത്തുന്നുണ്ട്. നിങ്ങൾ ആരാണെന്നറിയാൻ നിങ്ങളുടെ സുഹൃത്തുക്കളെ അറിഞ്ഞാൽ മതി എന്നൊരു പഴമൊഴിയുണ്ട്. ഒരാളുടെ 5 സുഹൃത്തുക്കളുടെ ആവറേജ് ആയിരിക്കും അയാൾ എന്നതാണ് മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. എന്നാൽ ജീവിതത്തിൽ ഒരു മിന്നൽ പിണർ പോലെ വന്നു കടന്നു പോവുകയും പിന്നീട് ഒരിക്കലും കാണാത്തവരുമായ ധാരാളം ആളുകൾ നമ്മുടെ ജീവിതത്തിൽ വഴിത്തിരിവായിട്ടുണ്ട്. ഇന്ന് നാം കാണുന്ന നമ്മെ രൂപപ്പെടുത്തുന്നതിൽ ധാരാളം അത്ഭുത മനുഷ്യർ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ നമ്മളെ സ്വാധീനം ചെലുത്തിയ അത്ഭുത മനുഷ്യരെ വീണ്ടും ഓർക്കുകയും അവരെ ഓർമ്മയിൽ നിന്നും ചികഞ്ഞെടുത്ത് അവർക്ക് നന്ദി പറയുകയും ചെയ്യുക എന്നതാണ് ഇന്നത്തെ പരിശീലന പദ്ധതി. കൃതജ്ഞതയുടെ ശക്തി പ്രവർത്തിക്കുന്നതിന്റെ തെളിവ് എന്താണെന്നാൽ ഇത് ആത്യന്തികമായി നിങ്ങളെ സന്തുഷ്ടനാക്കും എന്നതാണ്. അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങളിലേക്ക് നിങ്ങൾ ആകർഷിക്കപ്പെടും എന്നതാണ് കൃതജ്ഞതാ പ്രകാശന ശക്തിയുടെ 2ാമത്തെ തെളിവ്. ഇതൊന്നും മതിയാകാത്തതുപോലെ കൃതജ്ഞതാ പ്രകാശനത്തിന് ശേഷമുള്ള സന്തോഷവും കൂടുതൽ മനോഹരമായ കാര്യങ്ങളെ ആകർഷിക്കുന്നു. ഇത് നിങ്ങളെ കൂടുതൽ സന്തുഷ്ടനാക്കും. അതാണ് ജീവിതത്തിന്റെ മാന്ത്രികത. അതാണ് കൃതജ്ഞതയുടെ മാന്ത്രിക ശക്തി. 12ാം ദിവസത്തെ പരിശീലനം പൂർത്തിയാക്കിയതിന് നന്ദി രേഖപ്പെടുത്തുന്നു. ഇനി 13ാം ദിവസത്തെ പരിശീലന പരിപാടിയിലേക്ക് കടക്കാം. 13 ഒരു ഭാഗ്യസംഖ്യയായി കരുതുന്നവർ വളരെയധികമുണ്ട്. പല ഗോത്ര സംസ്കാരങ്ങളിലും 13 ഒരു ഭാഗ്യസംഖ്യ ആയിട്ടാണ് കണക്കാക്കുന്നത്. കഴിഞ്ഞ 12 ദിവസങ്ങളിലും നാം നമുക്ക് ലഭിച്ച ഓരോ വിഷയങ്ങളിലും ഉള്ള കൃതജ്ഞതയാണ് ഓരോ ദിവസവും പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇന്ന് 13ാമത്തെ പരിശീലന ദിവസത്തിൽ നമുക്ക് നേടാനുള്ള കാര്യങ്ങൾക്കും അതോടൊപ്പം തന്നെ നമ്മൾ നേടിയ കാര്യങ്ങൾക്കും നന്ദി രേഖപ്പെടുത്തുക എന്നതാണ് ഇന്നത്തെ മാന്ത്രിക പരിശീലനം. ഇതുവഴി നിങ്ങൾ ആഗ്രഹിക്കുന്നത് എല്ലാം ഒരു മാന്ത്രികം പോലെ നിങ്ങളിലേക്ക് വശീകരിച്ച് എത്തുന്നതാണ്. ആകർഷണ നിയമമനുസരിച്ച് ഒരേപോലെയുള്ളവയാണ് ആകർഷിക്കപ്പെടുന്നത്. അതിനർത്ഥം നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതിന്റെ ഒരു പ്രതിരൂപം ഉണ്ടാക്കുക. എന്നിട്ട് നിങ്ങളിലേക്ക് നിങ്ങളുടെ ആഗ്രഹത്തെ ആകർഷിക്കുന്നതിന് അത് നിങ്ങളുടേതായി കഴിഞ്ഞു എന്ന പോലെ ഉൾക്കൊള്ളുക. നിങ്ങൾക്ക് ലഭിക്കും മുൻപേ ഉണ്ടായിരിക്കേണ്ട ഒന്നാണ് കൃതജ്ഞത. നല്ലതെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ വെറുതെ ചെയ്യുന്ന ഒന്നായിരിക്കരുത്. കൂടുതൽ ആളുകളും അവർക്ക് നല്ലതെന്തെങ്കിലും ലഭിച്ചാൽ മാത്രമാണ് കൃതജ്ഞത പ്രകാശിപ്പിക്കുക. നമുക്ക് പ്രതികൂലമായി സംഭവിച്ച കാര്യങ്ങൾ ഭാവിയിൽ നല്ലതായി ഭവിക്കണമേ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും സംഭവിച്ചതെല്ലാം നല്ലതിന് എന്ന് കരുതുകയും വേണം. നമുക്ക് എന്താണ് വേണ്ടത് അത് ലഭിച്ചതായി സങ്കൽപ്പിച്ചുകൊണ്ട് നന്ദി പറയുക. നന്ദി പറയുമ്പോൾ 3 പ്രാവശ്യം പറയുക. നന്ദി എന്ന് 3 പ്രാവശ്യം പറയുന്നത് ഒരു മാന്ത്രിക ഫോർമുലയാണ്. എന്തെന്നാൽ പ്രപഞ്ചത്തിലെ എല്ലാ പുതിയ സൃഷ്ടിയുടെയും ഗണിതശാസ്ത്രപരമായ നമ്പറാണ് 3. ഉദാഹരണത്തിന് പുരുഷൻ, സ്ത്രീ, കുട്ടി, ആകെ 3 പേർ. ഒരു പുതിയ സൃഷ്ടി പൂർത്തിയാകുന്നു. 3ന്റെ ഇതേ നിയമം പ്രപഞ്ചത്തിന്റെ എല്ലാ സൃഷ്ടിയിലും പ്രായോഗികമാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഉൾപ്പെടെ
നിങ്ങൾ ഒരുമിച്ച് നന്ദി എന്ന് 3 തവണ പറയുമ്പോൾ സൃഷ്ടിയുടെ മാന്ത്രിക നമ്പറാണ് ഉപയോഗിക്കുന്നത്. ഒരു മാന്ത്രിക ബോർഡ് ഉണ്ടാക്കുന്ന രീതി ഇനി പറഞ്ഞുതരാം. ഫലപ്രദവും സന്തോഷം നിറഞ്ഞതുമായ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാന്ത്രിക ബോർഡ് ഉണ്ടാക്കുക. അവിടെ നിങ്ങളുടെ ആഗ്രഹത്തിന് അനുസൃതമായി ചിത്രങ്ങൾ ഒട്ടിച്ചു വെക്കുക. ചിത്രങ്ങളുടെ കട്ടൗട്ടുകൾ ബോർഡിൽ ഒട്ടിച്ചുവെച്ച് അത് നിങ്ങൾ എപ്പോഴും കാണുന്നിടത്ത് തൂക്കിയിടുക. മാന്ത്രിക ബോർഡിൽ വലിയ അക്ഷരങ്ങളിൽ നന്ദി, നന്ദി, നന്ദി എന്ന മാന്ത്രിക വാക്കുകൾ എഴുതി വയ്ക്കുക. ഇനി നമുക്ക് 14-ാം ദിവസത്തെ പരിശീലന പരിപാടിയിലേക്ക് കടക്കാം. നമ്മുടെ ഇടയിൽ ചില അന്ധവിശ്വാസങ്ങളുണ്ട്. ചില ദിവസങ്ങൾ കൊള്ളുകയില്ല, ചില ദിവസങ്ങൾ നന്നായിരിക്കും. വിവാഹം, ഗൃഹപ്രവേശം തുടങ്ങി പുതിയ കാര്യങ്ങൾ ആരംഭിക്കുന്നതിനു വേണ്ടി ചിലർ തിങ്കൾ, വ്യാഴം തുടങ്ങിയ ദിവസങ്ങൾ ശുഭദിനങ്ങളായി കണക്കാക്കുന്നു. ചൊവ്വയും ശനിയും പുതുതായി ഒന്നും തുടങ്ങരുത് എന്നൊരു അന്ധവിശ്വാസവും ചില സമൂഹങ്ങൾക്കിടയിൽ നിലവിലുണ്ട്. എന്നാൽ എല്ലാ ദിവസവും ശുഭദിനങ്ങളായി എങ്ങനെ മാറ്റാം എന്നതാണ് ഈ ദിവസത്തെ പരിശീലന പരിപാടിയിലൂടെ നാം പഠിക്കുന്നത്. ഓരോ ദിവസത്തിനും മുൻകൂട്ടി കൃതജ്ഞത അർപ്പിക്കുന്നതിലൂടെ ആകർഷണ നിയമം അനുസരിച്ച് ഒരു മാന്ത്രിക ദിനം കൂടി സൃഷ്ടിക്കപ്പെടുന്നു. നിങ്ങളുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ നന്നായി പോകുന്നതിന് നന്ദി പറയുമ്പോൾ തിരികെ ലഭിക്കുന്നതിനും നല്ല അനുഭവങ്ങളായിരിക്കും. അനുഗ്രഹങ്ങൾ എണ്ണുന്നതിനോടൊപ്പമുള്ള മാന്ത്രിക കല്ല് പരിശീലനം എല്ലാ ദിവസവും നിങ്ങളെ രാത്രിയിലും പകലും നല്ല മൂഡിൽ നിലനിർത്തും. നല്ലൊരു മാന്ത്രിക ദിനം ഉണ്ടാകാൻ നിങ്ങൾക്ക് നല്ല അനുഭവമുണ്ടാകണം. കൃതജ്ഞത അല്ലാതെ മറ്റെന്തെങ്കിലും നിങ്ങൾക്ക് പൊടുന്നനെ നല്ല മൂഡ് നൽകാൻ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഭംഗിയായി കാര്യങ്ങൾ നടന്നതിന് നന്ദി, നന്ദി, നന്ദി എന്ന് പറയുക. കൃതജ്ഞതയുടെ മാന്ത്രിക ശക്തി ഒരു ദിവസത്തിലെ എല്ലാ ജോലിയോടും സംഭവത്തോടും പ്രയോഗിച്ച് പൂർത്തിയായി കഴിയുമ്പോൾ ഇന്ന് ഞാൻ കേൾക്കുന്ന ഏറ്റവും നല്ല വാർത്തയ്ക്ക് നന്ദി എന്നു പറഞ്ഞ് മാന്ത്രിക പരിശീലനം അവസാനിപ്പിക്കുക. കൃതജ്ഞതയിലൂടെ ഒരു മാന്ത്രിക ദിനം ഉണ്ടാകുന്നതിനായി ഓരോ ദിനവും പ്രഭാതത്തിൽ വീഴ്ചയില്ലാതെ ഞാൻ പരിശീലനം പൂർത്തിയാക്കുമ്പോൾ അന്നേ ദിനം എന്നിലേക്കെത്തുന്ന ശുഭവാർത്തയ്ക്ക് ഞാൻ നന്ദി പറയുന്നു. 15-ാം ദിവസത്തെ മാന്ത്രിക പരിശീലനത്തിലേക്ക് കടക്കാം. മാന്ത്രിക പുനർജനി എന്നതാണ് ഈ ദിവസത്തെ പരിശീലന വിഷയം. നഷ്ടപ്പെട്ടുപോയ ബന്ധങ്ങളും അവസരങ്ങളും സൗഭാഗ്യങ്ങളും വീണ്ടെടുക്കുക എന്നതാണ് ഇന്നത്തെ പരിശീലനത്തിലൂടെ പഠിപ്പിക്കുന്നത്. ദമ്പതികൾക്കിടയിൽ വിവാഹമോചനം വർദ്ധിച്ചുവരുന്നു. കുടുംബ ബന്ധങ്ങൾ തകരുന്നു. നിസ്സാര കാര്യങ്ങൾക്ക് സൗഹൃദ ബന്ധങ്ങളും തകരുന്നു. ഏതൊരാളുടെയും ജീവിതത്തിൽ ബന്ധങ്ങൾ 2 തരമാണ്. ഒന്ന് സ്നേഹം മാത്രം തരും, മറ്റൊന്ന് അനുഭവം തരും. സ്നേഹം തരുന്ന ബന്ധങ്ങളെ മനസ്സിലും അനുഭവം തരുന്ന ബന്ധങ്ങളെ ഓർമ്മകളിലും കൊണ്ടു നടക്കണം. തെളിഞ്ഞ മനസ്സോടെ ബന്ധങ്ങളെ ഒന്ന് സമീപിച്ചു നോക്കൂ. അത്തരം ബന്ധങ്ങൾ തെളിമയോടെ എക്കാലവും നിലനിൽക്കുന്നത് കാണാൻ കഴിയും. ഓരോ തരത്തിലുള്ള ബന്ധങ്ങളും സുസ്ഥിരവും സ്ഥിരവും ആകണമെങ്കിൽ അത് സ്നേഹത്തിൽ അധിഷ്ഠിതമാകണം. പരസ്പര വിശ്വാസവും വിശ്വാസ്യതയും നിലനിർത്തണം, മുറുകെ പിടിക്കണം. നമുക്ക് ലഭിച്ച സൗഭാഗ്യങ്ങൾക്ക് കൃതജ്ഞത പ്രകടിപ്പിക്കുവാൻ നാം മറന്നുപോയതുകൊണ്ടോ അലംഭാവം കാണിച്ചതുകൊണ്ടോ ആണ് ഇവയൊക്കെ നഷ്ടപ്പെട്ടത് എന്ന കാര്യം മനസ്സിലാക്കണം. ആരുമായിട്ടുള്ള ബന്ധമാണോ നിങ്ങൾക്ക് പുനഃസ്ഥാപിക്കേണ്ടത്, അല്ലെങ്കിൽ കൂടുതൽ ഊർജ്ജസ്വലമായി കൊണ്ടുപോകേണ്ടത്, അവരുടെ 10 ഗുണങ്ങൾ നിങ്ങൾ എഴുതുക. എന്നിട്ട് ആ ഓരോ ഗുണങ്ങളും മൂലം തനിക്ക് ലഭിച്ച നല്ല അനുഭവങ്ങൾ മനസ്സിൽ ഓർത്താസ്വദിക്കുക. ഈ അനുഭവങ്ങൾ നൽകിയതിന് കൃതജ്ഞത രേഖപ്പെടുത്തുക. മാന്ത്രിക പരിശീലനം 16-ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. മാന്ത്രിക ആരോഗ്യ പുനർജനി എന്നതാണ് ഈ ദിവസത്തെ പരിശീലന വിഷയം. മാന്ത്രിക ആരോഗ്യം എന്ന പേരിൽ 4-ാം ദിവസത്തെ പരിശീലനത്തിൽ കൃതജ്ഞതയുടെ അത്ഭുത ശക്തി ഉപയോഗിച്ച് ആരോഗ്യം സംരക്ഷിക്കുന്നതിനു വേണ്ടിയുള്ള കുറച്ചു കാര്യങ്ങൾ പരിശീലിപ്പിച്ചിരുന്നു. 16-ാം ദിവസത്തിലേക്ക് നിങ്ങൾ കടക്കുമ്പോൾ ആരോഗ്യം എന്ന സമ്പത്ത് സംരക്ഷിക്കുവാൻ കൂടുതൽ കാര്യങ്ങൾ പഠിക്കുകയാണ്. കൃതജ്ഞത ഉപയോഗിച്ച് കൂടുതൽ പരിശീലനം ആരോഗ്യത്തിന് വേണ്ടതാണ് എന്ന് റോണ്ട ബൈറൻ പ്രസ്താവിക്കുന്നു. ചില മാന്ത്രിക ചുവടുവെപ്പിലൂടെ നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുകയും വർദ്ധിപ്പിക്കുകയും നഷ്ടപ്പെട്ട ആരോഗ്യം എങ്ങനെയൊക്കെ വീണ്ടെടുക്കാം എന്നും പരിശീലന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
സ്റ്റെപ്പ് 1. നിങ്ങൾക്ക് ഭൂതകാലത്ത് ലഭിച്ച ആരോഗ്യം. നിങ്ങളുടെ ബാല്യം, കൗമാരം, യൗവനം എന്നീ കാലഘട്ടങ്ങളിൽ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള മികച്ച ആരോഗ്യത്തെപ്പറ്റി ചിന്തിക്കുക. നിങ്ങൾ സന്തുഷ്ടനായും ആരോഗ്യം നിറഞ്ഞവനുമായിരുന്ന സമയങ്ങളെപ്പറ്റി ചിന്തിക്കുക. നിങ്ങൾ ലോകത്തിന്റെ നെറുകയിലെന്ന പോലെ അനുഭവപ്പെട്ട 3 വ്യത്യസ്ത സമയങ്ങൾ ഓർത്തെടുക്കുക. മാന്ത്രിക വാക്കായ നന്ദി പറയുക. ഭാവിയിൽ നിങ്ങൾ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്ന ആരോഗ്യം. ഇന്നത്തെ മാന്ത്രിക പരിശീലനത്തിൽ നിങ്ങളുടെ ശരീരത്തിൽ മെച്ചപ്പെടുത്തേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം തിരഞ്ഞെടുക്കുകയാണ്. കൃതജ്ഞതയുടെ കാന്തിക ശക്തി പ്രത്യേക രീതിയിലായിരിക്കും നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. എന്നാൽ ആകർഷണ നിയമപ്രകാരം നമുക്ക് ഒരു പ്രശ്നം പരിഹരിക്കാൻ അതിൽ കൂടുതലായി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതുകൊണ്ട് സാധ്യമല്ല. എന്തെന്നാൽ പ്രശ്നത്തിൽ ശ്രദ്ധിക്കുന്തോറും അത് കൂടുതൽ വഷളാവുകയുള്ളൂ. പകരം അതിന്റെ കൃത്യം വിപരീതമാണ് ചെയ്യേണ്ടത്. നമ്മുടെ ശരീരത്തിലെ അസുഖബാധിത മേഖലയെ എടുത്ത് അതിന്റെ ഏറ്റവും മികച്ച അവസ്ഥ ഏതെന്ന് ചിന്തിച്ച് അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നമ്മുടെ ചിന്തകളും വികാരങ്ങളും അതിലേക്ക് അർപ്പിക്കുക. നമ്മുടെ ശരീരത്തിലെ ഏതെങ്കിലും ഭാഗത്തിന്റെ ഉത്തമമായ അവസ്ഥയോട് നാം പുലർത്തുന്ന കൃതജ്ഞത നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും ശക്തമായി ഒരുമിപ്പിച്ച് മാനസികമായും ശാരീരികമായും വളരെ ഊർജ്ജസ്വലരാക്കി നമ്മൾ മാറുന്നതാണ്. മാന്ത്രിക പരിശീലനം 17ാമത്തെ ദിവസത്തിലേക്ക് കടക്കുന്നു. മാന്ത്രിക ചെക്ക് എന്നതാണ് ഈ ദിവസത്തെ പരിശീലന വിഷയം. 5ാമത്തെയും 9ാമത്തെയും പരിശീലന ദിവസങ്ങളിൽ പണത്തെക്കുറിച്ചുള്ള പരിശീലനം നിങ്ങൾ നടത്തി. നിങ്ങൾ എന്തെങ്കിലും നെഗറ്റീവ് ഫീലിംഗ് ഉള്ള സാഹചര്യങ്ങളിലേക്ക് തിരിക്കുമ്പോൾ നിലവിലുള്ള അവസ്ഥയെ ഇല്ലാതാക്കി പുതിയ അവസ്ഥ സൃഷ്ടിക്കപ്പെടും. ഇതിനർത്ഥം പണമില്ലാത്ത അവസ്ഥയേക്കാൾ പണത്തിന് കൃതജ്ഞാലുമായിരിക്കുന്ന ഒരിടത്തേക്ക് നിങ്ങളെ തന്നെ എത്തിക്കുമ്പോൾ പണമില്ലായ്മ ഇല്ലാതാകുകയും പണമുള്ള ഒരവസ്ഥയായി മാന്ത്രിക പരിണാമം സംഭവിക്കുകയും ചെയ്യും. നിങ്ങൾ ആഗ്രഹിക്കുന്ന പണത്തിനായുള്ള ഇന്നത്തെ മാന്ത്രിക പരിശീലനം ഒരുപാട് പേർക്ക് അമ്പരപ്പിക്കുന്ന ഫലങ്ങളാണ് കൊണ്ടുവരുന്നത്. ഈ പരിശീലനത്തിനൊടുവിൽ നിങ്ങൾക്ക് പ്രപഞ്ചത്തിന്റെ കൃതജ്ഞതാ ബാങ്കിൽ നിന്ന് ബ്ലാങ്ക് മാജിക് ചെക്ക് ലഭിക്കും. നിങ്ങൾക്കു വേണ്ടി തന്നെ നിങ്ങൾക്ക് ഈ ചെക്ക് എഴുതിയെടുക്കാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന പണവും നിങ്ങൾക്കെഴുതാം. ഏതെങ്കിലും ചിത്രങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ കൈവശമുള്ള ഏതെങ്കിലും ചെക്കിൽ നിന്നോ മാന്ത്രിക ചെക്കിന്റെ ഫോട്ടോ കോപ്പി എടുക്കുകയോ സ്കാൻ ചെയ്യുകയോ ചെയ്യാം. നിങ്ങളുടെ കൈവശം ധാരാളം ചെക്കുകൾ ഉണ്ടെങ്കിൽ ആ ചെക്കുകളും ഉപയോഗിക്കാം. നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരു ചെറിയ തുക നിങ്ങളുടെ ആദ്യ മാന്ത്രിക ചെക്കിൽ എഴുതി തുടങ്ങാം. ചെറിയ തുക കിട്ടിയ ശേഷം അടുത്ത ചെക്കുകൾ മുതൽ തുക വർദ്ധിപ്പിച്ചു തുടങ്ങാം. ചെറിയ തുക കൊണ്ട് തുടങ്ങുന്നതിന്റെ പ്രയോജനം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്കത് മാന്ത്രികമായി ലഭിക്കുമ്പോൾ നിങ്ങൾക്ക് പൂർണ്ണമായി മനസ്സിലാകും കൃതജ്ഞതയുടെ മാന്ത്രിക ഫലം കണ്ടുവെന്ന്. ഇന്ന് 2ൽ കൂടുതൽ തവണയെങ്കിലും ഈ മാന്ത്രിക ചെക്ക് നിങ്ങളുടെ കയ്യിലെടുത്ത് എത്ര പ്രയാസകരമായ അവസ്ഥയാണെങ്കിലും നിങ്ങളുടെ നിലവിലെ സാഹചര്യത്തെ അവഗണിക്കുക. പണമില്ലാത്ത ഏതെങ്കിലും അവസ്ഥ നിലവിൽ അനുഭവിക്കുന്നുണ്ടെങ്കിൽ കൃതജ്ഞതയാണ് അതിനുള്ള ഉറപ്പായ പോംവഴി. നിങ്ങൾക്ക് പണത്തെപ്പറ്റി ഒരേ സമയം കൃതജ്ഞതയോടെയും നിരാശയോടെയും ചിന്തിക്കാനാകില്ല. അതുപോലെ തന്നെ പണത്തിനോട് കൃതജ്ഞതയും ഭയവും ഒരേ സമയം സാധ്യമല്ല. നിങ്ങൾക്ക് പണത്തിനോട് കൃതജ്ഞതയോടെ ഇരിക്കുമ്പോൾ പണത്തെ നിങ്ങളിൽ നിന്നകറ്റുന്ന നിഷേധാത്മക ചിന്തകളും വികാരങ്ങളും നിങ്ങൾ നിർത്തും. പണം ഉപയോഗിച്ച് നിങ്ങൾ ആഗ്രഹിച്ച എന്തിനെങ്കിലും ഉപയോഗിച്ചതായി സങ്കൽപ്പിക്കുക. അക്കാര്യത്തിൽ പരമാവധി കൃതജ്ഞതയും സന്തോഷവും രേഖപ്പെടുത്തുക. നിങ്ങൾ ശരിക്കും അനുഭവിക്കുന്നത് പോലെ തന്നെ ചെയ്യണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ദിവസത്തിൽ പലതവണ ഇത് ചെയ്യാവുന്നതാണ്. രാത്രിയിൽ നിങ്ങൾ ഉറങ്ങുന്നതിനു മുൻപായി നിങ്ങളുടെ മാന്ത്രിക ചെക്ക് നിങ്ങൾ ദിവസവും കാണത്തക്ക വിധം ശ്രദ്ധയാകർഷിക്കുന്ന സ്ഥലത്തേക്ക് മാറ്റിവെക്കുക. നിങ്ങളുടെ ബാത്റൂമിലെ കണ്ണാടിയിലോ ഫ്രിഡ്ജിലോ മാന്ത്രിക കല്ലിന്റെ അടിയിലോ കാറിലോ പേഴ്സിലോ കമ്പ്യൂട്ടറിന്റെ ബാക്ക്ഗ്രൗണ്ടായോ മാന്ത്രിക ചെക്ക് വെക്കാവുന്നതാണ്. നിങ്ങൾ നിങ്ങളുടെ മാന്ത്രിക ചെക്ക് എപ്പോഴൊക്കെ കാണുന്നുവോ അപ്പോഴൊക്കെ ആ പണം ലഭിച്ചതായോ കരുതുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആഗ്രഹമുള്ളത് ചെയ്യാൻ സാധിച്ചതായോ കരുതി കൃതജ്ഞത പ്രകാശിപ്പിക്കുക. നിങ്ങൾ ശരിക്കും ആഗ്രഹിക്കുന്ന സാധനത്തിന് വേണ്ടിവരുന്ന തുക എഴുതുക. നിങ്ങൾ ആഗ്രഹിക്കുന്നിടത്തോളം കാലം മാന്ത്രിക ചെക്ക് പരിശീലനം തുടരുക. 18ാം ദിവസത്തെ
മാന്ത്രിക പരിശീലനത്തിലേക്ക് കടക്കാം. മാന്ത്രിക പരിഹാരം എന്നതാണ് ഈ ദിവസത്തെ പരിശീലന പദ്ധതി. നിങ്ങൾ ദിവസവും ചെയ്യുന്ന എന്തെങ്കിലും മാറ്റുന്നതുവരെ നിങ്ങളുടെ ജീവിതം ഒരിക്കലും മാറുകയില്ല. നിങ്ങളുടെ വിജയത്തിന്റെ രഹസ്യം നിങ്ങളുടെ ദൈനംദിന ദിനചര്യയിൽ മാറ്റം വരുത്തുകയാണ്. നിങ്ങളുടെ ശീലങ്ങൾ നിങ്ങളുടെ സ്വപ്നവുമായി പൊരുത്തപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ശീലങ്ങൾ മാറ്റണം. അല്ലെങ്കിൽ നിങ്ങളുടെ സ്വപ്നം മാറ്റേണ്ടതുണ്ട്. നിങ്ങൾ കൃതജ്ഞത പ്രകടിപ്പിക്കുന്ന ശീലം വളർത്തിയെടുക്കുക. ഈ ശീലം നിങ്ങളുടെ ജീവിതത്തെ ആകെ മാറ്റിമറിക്കും. 1. നിങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ എണ്ണുക. അനുഗ്രഹങ്ങളുടെ പട്ടിക തയ്യാറാക്കുക. എന്തുകൊണ്ട് നിങ്ങൾ കൃതജ്ഞാഭരിതമായിരിക്കുന്നുവെന്ന് എഴുതുക. നിങ്ങളുടെ പട്ടിക ആവർത്തിച്ചു വായിക്കുക. ഓരോ അനുഗ്രഹത്തിനും താഴെ നന്ദി, നന്ദി, നന്ദി എന്ന് പറയുക. ആ അനുഗ്രഹത്തിന് നിങ്ങൾക്ക് കഴിയാവുന്ന നന്ദി പ്രകാശിപ്പിക്കുക. 2. നിങ്ങൾക്ക് ചെയ്യേണ്ടതും പരിഹരിക്കേണ്ടതുമായ പ്രധാനപ്പെട്ട കാര്യങ്ങളുടെയും പ്രശ്നങ്ങളുടെയും പട്ടിക എഴുതി തയ്യാറാക്കുക. ചെയ്യേണ്ട കാര്യങ്ങളുടെ മാന്ത്രിക പട്ടിക എന്ന് തലക്കെട്ട് നൽകുക. 3. നിങ്ങളുടെ പട്ടികയിൽ നിന്ന് പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ തിരഞ്ഞെടുക്കുക. ഒരു സമയത്ത് ഒരെണ്ണം എന്ന കണക്കിൽ ഓരോന്നെടുത്ത് അത് നിങ്ങൾക്കായി നടന്നു കഴിഞ്ഞു എന്ന് സങ്കൽപ്പിക്കുക. 4. ഓരോ കാര്യത്തിനും കുറഞ്ഞത് 1 മിനിറ്റെങ്കിലും ചിലവഴിക്കുക. അത് നടന്നതായി വിശ്വസിച്ച് അത്യധികം കൃതജ്ഞത തിരികെ നൽകുക. 5. ഇന്ന് നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുൻപായി നിങ്ങളുടെ മാന്ത്രിക കല്ല് കയ്യിലെടുത്ത് അന്നേ ദിവസം നിങ്ങൾക്ക് സംഭവിച്ച ഏറ്റവും നല്ല കാര്യത്തിന് മാന്ത്രിക വാക്കായ നന്ദി ഉരുവിടുക. നന്ദി, നന്ദി, നന്ദി എന്ന് 3 പ്രാവശ്യം പറയണം. മാന്ത്രിക പരിശീലനം 19-ാം ദിവസം. മാന്ത്രിക ചുവടുകൾ. എന്റെ ആന്തരികവും ബാഹ്യവുമായ ജീവിതം ജീവിച്ചിരിക്കുന്നതോ മരിച്ചവരോ ആയ മറ്റനേകം ആളുകളുടെ പ്രയത്നത്തെ ആശ്രയിച്ചിരിക്കുന്നു. ദിവസത്തിൽ 100 തവണയെങ്കിലും ഞാൻ എന്നെ തന്നെ ഇത് ഓർമ്മിപ്പിക്കാറുണ്ട്. അവരോടെല്ലാം ഞാൻ നന്ദിയുള്ളവനായിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ സ്വീകരിച്ചവയും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നതും അതേ അളവിൽ തിരികെ നൽകേണ്ടതിന് ഞാൻ നന്നായി അധ്വാനിക്കണം. ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞ വാക്കുകളാണിത്. ഈ വാക്കുകളിലൂടെ ഐൻസ്റ്റീൻ അദ്ദേഹത്തിന്റെ വിജയരഹസ്യങ്ങളിൽ ഒന്നാണ് കൃതജ്ഞത എന്ന മാന്ത്രിക ശക്തിയെക്കുറിച്ച് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. മാന്ത്രിക ചുവടുകൾക്കായി നിങ്ങൾ ഒരു ചുവട് വയ്ക്കുമ്പോൾ മനസ്സിൽ മാന്ത്രിക വാക്കായ നന്ദി ഉരുവിടുക. വീണ്ടും അടുത്ത ചുവട് തറയിൽ സ്പർശിക്കുമ്പോഴേക്കും നന്ദി പറയുക. ഒരു ചുവടിന് നന്ദി, അടുത്ത ചുവടിനും നന്ദി പറയുക. ഓരോ ചുവടുവെപ്പിലും മാന്ത്രിക വാക്കായ നന്ദി ഉരുവിടുന്നത് തുടരുക. മാന്ത്രിക ചുവടുകളിലെ ഏറ്റവും നല്ല കാര്യം ഇത് നിങ്ങൾക്കെവിടെ വെച്ചും എപ്പോൾ വേണമെങ്കിലും എത്ര തവണ വേണമെങ്കിലും ചെയ്യാമെന്നതാണ്. നിങ്ങളുടെ വീട്ടിലെ ഒരു മുറിയിൽ നിന്ന് മറ്റേ മുറിയിലേക്ക് പോകുമ്പോഴോ, ഭക്ഷണം കഴിക്കാനോ, വെള്ളം കുടിക്കുവാനോ, കോഫി കുടിക്കുവാനോ പോകുമ്പോഴോ, മാലിന്യം കളയാൻ നടക്കുന്നതിനിടെയോ, ബിസിനസ് മീറ്റിൽ നടക്കുമ്പോഴോ, ഒരു ടാക്സി വിളിക്കാനും ട്രെയിൻ, ബസ് എന്നിവയിൽ കയറാനും പോകുമ്പോഴൊക്കെ മാന്ത്രിക ചുവടുകളാകാം. നിങ്ങൾക്ക് പ്രധാനപ്പെട്ട ഏതു കാര്യത്തിന് പോകുമ്പോഴും മാന്ത്രിക ചുവടുകൾ വയ്ക്കാം. മാന്ത്രിക ചുവടുകൾ എന്നാൽ കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് ഓരോ ചുവടുകളും മുന്നോട്ട് വയ്ക്കുക എന്നതാണ് അർത്ഥം. 20-ാം ദിവസത്തെ മാന്ത്രിക പരിശീലനത്തിലേക്ക് കടക്കാം. ഈ ദിവസത്തെ പരിശീലന പദ്ധതിയുടെ പേര് ഹൃദയമാന്ത്രികം എന്നതാണ്. വളരെ എഫക്റ്റീവായ ഒരു മാന്ത്രിക വിദ്യയാണ് ഇത്. ഈ മാന്ത്രിക വിദ്യ പഠിക്കുന്നതിനു മുൻപായി ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഏതൊരാളുടെയും പരാജയം ഒരു കുറ്റമല്ല. എന്നാൽ ഒരു പരാജയത്തിനു ശേഷം അതിൽ നിന്നും പാഠങ്ങൾ പഠിക്കാതിരുന്നാൽ തീർച്ചയായും അത് വലിയ കുറ്റം തന്നെയാണ്. ഒരു വിജയവും അന്തിമമല്ല. പരാജയം ഒട്ടും മാരകവുമല്ല. വീണ്ടും തുടരാനുള്ള ധൈര്യമാണ്. മനസ്സിനെ ശരീരവും ബുദ്ധിയെ മനസ്സും നിയന്ത്രിച്ചാൽ അവിടെ പരാജയം. എന്നാൽ ശരീരത്തെ മനസ്സും ബുദ്ധി മനസ്സിനെയും നിയന്ത്രിച്ചാൽ അവിടെ വിജയം നേടാം. തുടക്കം എപ്പോഴും പ്രയാസമേറിയതാകും. കീഴടങ്ങാതെ പരിശ്രമം തുടരുക. തീർച്ചയായും ഒരു നാൾ നിങ്ങൾ വിജയത്തിന്റെ മധുരം നുണയും. കൃതജ്ഞത പറഞ്ഞതുകൊണ്ട് മാത്രം നേട്ടങ്ങൾ പ്രതീക്ഷിക്കരുത്. നമ്മൾ പ്രവർത്തിക്കാനുള്ളത് നമ്മൾ പ്രവർത്തിക്കണം. വ്യക്തികളെയും സാഹചര്യങ്ങളെയും
നമുക്ക് അനുകൂലമായി ഉപയോഗിക്കുവാനുള്ള ഒരു മാന്ത്രിക വാക്കാണ് കൃതജ്ഞത. കൃതജ്ഞത പറയുന്നത് ഹൃദയത്തിൽ തട്ടിയായിരിക്കണം. എങ്കിൽ മാത്രമേ അത് പ്രയോജനപ്പെടുകയുള്ളൂ. ഹൃദയമാന്ത്രികത ശരിക്കും വേഗത്തിൽ ലഭിക്കുവാൻ സഹായകമായ നിരവധി കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനാകും. നിങ്ങളുടെ വലതുകരം നിങ്ങളുടെ ഹൃദയഭാഗത്തു വെച്ച് നിങ്ങളുടെ മനസ്സ് അവിടെ കേന്ദ്രീകരിച്ച് മാന്ത്രിക വാക്കായ നന്ദി പറയാം. അതല്ലെങ്കിൽ മാന്ത്രിക വാക്കായ നന്ദി നിങ്ങളുടെ മനസ്സ് പറയുന്നതിനേക്കാൾ ഹൃദയത്തിൽ നിന്നും വരുന്നതായി സങ്കൽപ്പിക്കുക. ഇന്നത്തെ മാന്ത്രിക പരിശീലനത്തിന്റെ ഭാഗമായി നിങ്ങളുടെ 10 ആഗ്രഹങ്ങളുടെ പട്ടിക എടുക്കുക. ഓരോന്നിനും ഹൃദയമാന്ത്രികത പരിശീലിക്കുക. ഓരോ ആഗ്രഹവും നിങ്ങളുടെ മനസ്സിലോ ഉച്ചത്തിലോ വായിക്കുക. ഓരോന്നും വായിച്ച് അവസാനമെത്തുമ്പോൾ കണ്ണുകളടച്ച് നിങ്ങളുടെ മനസ്സ് ഹൃദയഭാഗത്തായി കേന്ദ്രീകരിക്കുക. നിങ്ങളുടെ മനസ്സ് ഹൃദയഭാഗത്തു വെച്ച് മാന്ത്രിക വാക്കായ നന്ദി വീണ്ടും പതുക്കെ പറയുക. 21 ദിവസത്തെ മാന്ത്രിക പരിശീലനത്തിലേക്ക് കടക്കാം. മാന്ത്രിക ഗുണഫലങ്ങൾ എന്നതാണ് ഈ ദിവസത്തെ പരിശീലന വിഷയം. നിങ്ങൾ ഭക്ഷണത്തിനു മുൻപായി നന്ദി പറയുന്നു. നല്ലത്. എന്നാൽ ഞാൻ കച്ചേരിക്കും ഓപ്പറയ്ക്കും നാടകത്തിനും തമാശ പരിപാടികൾക്കും മുൻപായി നന്ദി പറയുന്നു. ഒരു പുസ്തകം തുറക്കുന്നതിനു മുൻപായും സ്കെച്ച് ചെയ്യുന്നതിനും പെയിന്റിങ്ങിനും നീന്തലിനും മുൻപായും നന്ദി പറയുന്നു. വാൾപ്പയറ്റ്, ബോക്സിംഗ്, നടത്തം, കളി, നൃത്തം എന്നിവയ്ക്ക് മുൻപായി നന്ദി പറയുന്നു. മഷിയിൽ പേന മുക്കുന്നതിനു മുൻപും നന്ദി പറയുന്നു. പ്രശസ്ത എഴുത്തുകാരനും ചിന്തകനുമായ G.K. ചെസ്റ്റർട്ടൺ പറഞ്ഞതാണ് നിങ്ങൾ കേട്ട ഈ മാന്ത്രിക വാചകം. നമ്മൾ ചെയ്യുന്ന എല്ലാത്തിനും നല്ല ഗുണഫലങ്ങൾ ഉണ്ടാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. ആകർഷണ നിയമത്തിൽ ആകസ്മികതകൾക്ക് പങ്കില്ല. നിങ്ങൾ ചിന്തിക്കുകയും വൈകാരികമായി വിശ്വസിക്കുകയും ചെയ്യുന്നത് നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾക്ക് വേണ്ടാത്ത മോശം ഫലങ്ങളിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുവാൻ കൃതജ്ഞതയ്ക്ക് കഴിയും. അതേസമയം നിങ്ങൾക്ക് വേണ്ടതെന്താണോ ഗംഭീര ഗുണഫലങ്ങൾ അത് ഉറപ്പുവരുത്തുകയും ചെയ്യും. ഇന്നത്തെ ദിവസം തുടങ്ങുമ്പോൾ ഗുണഫലങ്ങൾ കാണണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന 3 വ്യത്യസ്ത സാഹചര്യങ്ങൾ നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിലവിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ തിരഞ്ഞെടുക്കാം. അതായത് വരാനിരിക്കുന്ന തൊഴിൽ അഭിമുഖം, വായ്പയ്ക്കായുള്ള അപേക്ഷ, പരീക്ഷ അല്ലെങ്കിൽ ഡോക്ടറുടെ അപ്പോയിന്റ്മെന്റ് തുടങ്ങിയവ. സാധാരണ രീതിയിൽ നിങ്ങൾ ഒരു ഒഴുക്കൻ മട്ടിൽ നടത്താറുള്ള 3 പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ തിരഞ്ഞെടുക്കാം. എന്തെന്നാൽ ഈ വിരസമായ പ്രവർത്തനങ്ങളിൽ മാന്ത്രികത സംഭവിക്കുമ്പോൾ നിങ്ങൾ മഹത്തായ ഫലങ്ങൾ ആകർഷിച്ചതായി നിങ്ങൾക്ക് ശരിക്കും ബോധ്യപ്പെടും. ഓരോ തവണ അപ്രതീക്ഷിത സംഭവങ്ങൾ ഉയർന്നു വരുമ്പോൾ നിങ്ങളുടെ കണ്ണുകൾ കുറച്ചു സമയത്തേക്ക് അടച്ച് മനസ്സിൽ നന്നായി ഉൾക്കൊണ്ട് നന്ദി എന്ന മാന്ത്രിക വാക്ക് പറയുക. മഹത്തായ അനന്തരഫലത്തിന് നിങ്ങൾക്ക് ഈ മാന്ത്രിക പരിശീലനം വളരെയധികം ചെയ്യാനാകില്ല എന്നതും അത്ഭുതകരവും രസകരവുമാണ്. എന്തെന്നാൽ നിങ്ങൾ കൂടുതൽ പരിശീലിക്കും തോറും മഹത്തായ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സാധാരണ കാര്യം പോലെ സംഭവിച്ചുകൊണ്ടിരിക്കും. എന്നാൽ ഇതിന്ന് പരിശീലിക്കുമ്പോൾ നിങ്ങൾ അതിന്റെ ആശയത്തിലേക്ക് കടക്കുന്നു. ഭാവിയിൽ എപ്പോഴെങ്കിലും നിങ്ങൾ ഏതെങ്കിലും സാഹചര്യത്തിന്റെ ഗുണഫലത്തിനായി ആഗ്രഹിക്കുകയോ ഭാഗ്യം വേണമെന്ന് ചിന്തിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ കൃതജ്ഞതയുടെ മാന്ത്രിക ശക്തിയിലേക്ക് തിരിയുകയും മഹത്തായ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായി തീരുകയും ചെയ്യും. 22 ദിവസത്തെ മാന്ത്രിക പരിശീലനത്തിലേക്ക് കടക്കാം. കൺമുന്നിലെ മാന്ത്രികത. 1. നിങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ എണ്ണുക. 10 അനുഗ്രഹങ്ങളുടെ പട്ടിക തയ്യാറാക്കുക. എന്തുകൊണ്ട് നിങ്ങൾ കൃതജ്ഞാലുമായിരിക്കുന്നുവെന്നും എഴുതി പട്ടിക ആവർത്തിച്ചു വായിച്ച് ഓരോ അനുഗ്രഹത്തിനും ഒടുവിൽ നന്ദി, നന്ദി, നന്ദി എന്ന് ഉരുവിടുക. ആഗ്രഹത്തിന് നിങ്ങൾക്ക് കഴിയാവുന്ന കൃതജ്ഞത പ്രകാശിപ്പിക്കുക. 2. ദിവസം തുടങ്ങുമ്പോൾ നിങ്ങൾ തയ്യാറാക്കിയ പ്രധാനപ്പെട്ട 10 ആഗ്രഹങ്ങളുടെ പട്ടിക എടുക്കുക. 3. ലിസ്റ്റിലുള്ള ആഗ്രഹവും വാചകവും വായിക്കുക. 1 മിനിറ്റ് നേരം ഈ ആഗ്രഹം സാധിച്ചതായി സങ്കൽപ്പിക്കുക. കഴിയാവുന്നത്ര കൃതജ്ഞത ഉൾക്കൊള്ളുക. 4. ഇന്ന് നിങ്ങളുടെ ആഗ്രഹങ്ങളുടെ പട്ടിക നിങ്ങൾക്കൊപ്പം പോക്കറ്റിൽ സൂക്ഷിക്കുക. ദിവസത്തിൽ കുറഞ്ഞത് 2 തവണയെങ്കിലും
നിങ്ങളുടെ പട്ടിക പുറത്തെടുത്ത് അത് വായിച്ച് പരമാവധി അനുഭവിക്കുക. 5. ഇന്ന് നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുൻപായി നിങ്ങളുടെ മാന്ത്രിക കല്ല് ഒരു കൈയിൽ പിടിച്ച് അന്നേ ദിവസം സംഭവിച്ച ഏറ്റവും നല്ല കാര്യത്തിന് മാന്ത്രിക വാക്കായ നന്ദി പറയുക. 23-ാം ദിവസത്തെ മാന്ത്രിക പരിശീലനത്തിലേക്ക് കടക്കാം. മാന്ത്രിക വായു. 1. നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾ എണ്ണുക. 10 അനുഗ്രഹങ്ങളുടെ പട്ടിക തയ്യാറാക്കുക. എന്തുകൊണ്ട് നിങ്ങൾ കൃതജ്ഞാഭരിതനായിരിക്കുന്നുവെന്ന് എഴുതുക. പട്ടിക ആവർത്തിച്ച് വായിക്കുക. ഓരോ അനുഗ്രഹത്തിനും താഴെ നന്ദി, നന്ദി, നന്ദി എന്ന് പറയുക. ആ അനുഗ്രഹത്തിന് നിങ്ങളാൽ കഴിയുന്ന പോലെ നന്ദി ഉൾക്കൊള്ളുക. 2. ഇന്നത്തെ ദിവസം 5 തവണ നിങ്ങൾ ശ്വസിക്കുന്ന വായുവിനെപ്പറ്റി ഒരു സ്ഥലത്ത് അല്പസമയം സ്വസ്ഥമായി ഇരുന്ന് ചിന്തിക്കുക. എന്നിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. നിങ്ങളുടെ ശരീരത്തിനകത്തുകൂടി വായു സഞ്ചരിക്കുന്നത് അനുഭവിക്കുക. ശ്വാസം പുറത്തേക്ക് വിടുമ്പോഴുള്ള ആനന്ദം അറിയുക. 3. 5 തവണ ശ്വാസം എടുത്ത ശേഷം ഞാൻ ശ്വസിച്ച മാന്ത്രിക വായുവിന് നന്ദി എന്ന മാന്ത്രിക വാചകം പറയുക. നിങ്ങൾ ശ്വസിക്കുന്ന അമൂല്യമായ ജീവൻ പകരുന്ന വായുവിനോട് അങ്ങേയറ്റം കൃതജ്ഞത പ്രകാശിപ്പിക്കുക. 4. ഇന്നു രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് നിങ്ങളുടെ മാന്ത്രിക കല്ല് ഒരു കൈയിൽ പിടിച്ച് അന്നേ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും നല്ല കാര്യത്തിന് മാന്ത്രിക വാക്കായ നന്ദി പറയുക. 24-ാം ദിവസത്തെ മാന്ത്രിക പരിശീലനത്തിലേക്ക് കടക്കാം. മാന്ത്രിക വടി എന്നതാണ് ഈ ദിവസത്തെ പരിശീലന വിഷയം. 1. നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾ എണ്ണുക. 10 അനുഗ്രഹങ്ങളുടെ പട്ടിക തയ്യാറാക്കുക. എന്തുകൊണ്ട് നിങ്ങൾ കൃതജ്ഞതാഭരിതനായിരിക്കുന്നുവെന്ന് എഴുതുക. നിങ്ങളുടെ പട്ടിക ആവർത്തിച്ച് വായിക്കുക. ഓരോ അനുഗ്രഹത്തിന്റെയും ഒടുവിലായി നന്ദി, നന്ദി, നന്ദി എന്ന് പറയുക. ഓരോ അനുഗ്രഹത്തിനും കൃതജ്ഞത ഹൃദയത്തിൽ നിറയ്ക്കുക. 2. ഒരാളിൽ നിന്നും കിട്ടിയ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി രേഖപ്പെടുത്തി കഴിഞ്ഞാൽ അടുത്ത ഒരു വ്യക്തിയിൽ നിന്നും ലഭിച്ച സഹായങ്ങളും അനുഗ്രഹങ്ങളും ഓർക്കുക. 3. ഇന്നു രാത്രി നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് തൊട്ടുമുൻപായി നിങ്ങളുടെ മാന്ത്രിക കല്ല് ഒരു കൈയിലെടുത്ത് അന്നേ ദിവസം സംഭവിച്ച ഏറ്റവും മികച്ച കാര്യത്തിന് മാന്ത്രിക വാക്കായ നന്ദി പറയുക. 25-ാം ദിവസത്തെ മാന്ത്രിക പരിശീലനത്തിലേക്ക് കടക്കാം. മാജിക് ക്യൂ എന്നതാണ് ഈ ദിവസത്തെ പരിശീലന വിഷയം. ഈ ഗെയിം ജയിക്കുവാൻ കൃതജ്ഞത എന്ന മാന്ത്രിക വാക്ക് എങ്ങനെ ഉപയോഗിക്കാം എന്നതാണ് ഇന്നത്തെ പരിശീലന പദ്ധതി. ലോകത്ത് നടക്കുന്ന പല സംഗതികളും ഒന്നുകിൽ ഒരു ഗെയിം ആയിരിക്കും, ഇല്ലെങ്കിൽ ഒരു മാജിക് ആയിരിക്കും എന്നാണ് റോണ്ട ബൈറൻ പറയുന്നത്. 1. ഇന്ന് നിങ്ങളുടെ ചുറ്റുപാടുകളിൽ ശ്രദ്ധ പുലർത്തുക. ഈ ദിവസമുണ്ടാകുന്ന സംഭവങ്ങളിൽ നിന്ന് കുറഞ്ഞത് 7 കൃതജ്ഞതാ സൂചകങ്ങൾ എടുക്കുക. ഉദാഹരണത്തിന്, നിങ്ങളുടെ അതേ ശരീരഭാരത്തോടെ ആരെയെങ്കിലും കണ്ടാൽ പറയുക, എന്റെ കൃത്യമായ ശരീരഘടനയ്ക്ക് നന്ദി. 2. ഇന്നു രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുൻപായി ഒരു കൈയിൽ നിങ്ങളുടെ മാന്ത്രിക കല്ല് പിടിച്ച് അന്നേ ദിവസം നിങ്ങൾക്കുണ്ടായ ഏറ്റവും മികച്ച കാര്യത്തിന് മാന്ത്രിക വാക്കായ നന്ദി പറയുക. 26-ാം ദിവസത്തെ മാന്ത്രിക പരിശീലനത്തിലേക്ക് കടക്കാം. അബദ്ധങ്ങളെ മാന്ത്രിക അവസരങ്ങളാക്കി മാറ്റാം എന്നതാണ് ഈ ദിവസത്തെ പരിശീലന വിഷയം. 1. നിങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ എണ്ണുക. 10 അനുഗ്രഹങ്ങളുടെ പട്ടിക തയ്യാറാക്കുക. എന്തുകൊണ്ട് നിങ്ങൾ കൃതജ്ഞതാഭരിതമായിരിക്കുന്നുവെന്ന് എഴുതുക. പട്ടിക ആവർത്തിച്ചു വായിക്കുക. ഓരോ അനുഗ്രഹത്തിനും താഴെ നിങ്ങൾ നന്ദി, നന്ദി, നന്ദി എന്ന് പറയുക. ആ അനുഗ്രഹത്തിന് പരമാവധി കൃതജ്ഞത ഉൾക്കൊള്ളുക. 2. നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ ഒരു തെറ്റ് തിരഞ്ഞെടുക്കുക. 3. ഒരു തെറ്റിന്റെ ഫലമായി വന്ന നിങ്ങൾ കൃതജ്ഞത പ്രകാശിപ്പിക്കുന്ന 10 അനുഗ്രഹങ്ങൾ കണ്ടെത്തുക. അവ എഴുതിവെക്കുക. 4. അനുഗ്രഹങ്ങൾ കണ്ടെത്താൻ നിങ്ങളെ സഹായിക്കുന്നതിന് നിങ്ങളോട് തന്നെ ചോദ്യങ്ങൾ ചോദിക്കാം. ഞാൻ എന്താണ് എന്റെ തെറ്റിൽ നിന്ന് പഠിച്ചത്? ആ തെറ്റിൽ നിന്നുണ്ടായ നല്ല കാര്യങ്ങൾ എന്തൊക്കെയാണ്? 5.
ഇന്നു രാത്രി നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിനു മുൻപ് നിങ്ങളുടെ മാന്ത്രിക കല്ല് ഒരു കൈയിൽ പിടിച്ച് ഇന്ന് സംഭവിച്ച ഏറ്റവും നല്ല കാര്യത്തിന് മാന്ത്രിക വാക്കായ നന്ദി പറയുക. 27-ാം ദിവസത്തെ മാന്ത്രിക പരിശീലനത്തിലേക്ക് കടക്കാം. മാന്ത്രിക കണ്ണാടി എന്നതാണ് 1. നിങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ എണ്ണുക. 10 അനുഗ്രഹങ്ങളുടെ പട്ടിക തയ്യാറാക്കുക. എന്തുകൊണ്ട് നിങ്ങൾ കൃതജ്ഞാലു ആയിരിക്കുന്നുവെന്ന് എഴുതുക. പട്ടിക ആവർത്തിച്ച് വായിക്കുക. ഓരോ അനുഗ്രഹത്തിനും ഒടുവിൽ നന്ദി, നന്ദി, നന്ദി എന്ന് പറയുക. നിങ്ങൾക്ക് കഴിയാവുന്നത് കൃതജ്ഞത അനുഗ്രഹത്തിന് ഉൾക്കൊള്ളുക. ഈ മാന്ത്രിക പരിശീലന പ്രക്രിയയിലൂടെ നിങ്ങൾ 28 അനുഗ്രഹങ്ങൾ എഴുതി കഴിഞ്ഞു. 2. മാന്ത്രികത ഓർക്കുന്നതിലൂടെ ഇന്നലത്തെ അനുഗ്രഹങ്ങൾ എണ്ണുകയും അവ എഴുതി വയ്ക്കുകയും ചെയ്യുക. ഈ ചോദ്യം നിങ്ങളോട് ചോദിക്കുക. ഇന്നലെ സംഭവിച്ച നല്ല കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇന്നലെ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളും ഓർക്കുകയും എഴുതുകയും ചെയ്ത് നിങ്ങൾക്ക് തൃപ്തി വരുന്നതുവരെ ഇന്നലെയിലൂടെ സൂക്ഷ്മമായി കടന്നുപോകുക. ഓരോന്നും ഓർക്കുമ്പോൾ അവയ്ക്ക് മനസ്സിൽ മാന്ത്രിക വാക്കായ നന്ദി പറയുക. 3. ഇന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പരിശീലനം എഴുതിയോ ഉച്ചത്തിൽ പറഞ്ഞ് മനസ്സിൽ ഉരുവിട്ടോ ചെയ്യാവുന്നതാണ്. ഇന്നലെ നിങ്ങൾ കൃതജ്ഞതാഭരിതമായ കാര്യങ്ങളുടെ പെട്ടെന്നുള്ള പട്ടിക തയ്യാറാക്കുകയോ അല്ലെങ്കിൽ വിശദമായി പട്ടിക തയ്യാറാക്കുകയോ എന്തുകൊണ്ട് നിങ്ങൾ അവയോട് കൃതജ്ഞതാഭരിതമായിരിക്കുന്നുവെന്നും പറയാം. 4. ഇന്നു രാത്രി നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിനു മുൻപായി നിങ്ങളുടെ മാന്ത്രിക കല്ല് ഒരു കൈയിൽ പിടിച്ച് അന്നേ ദിവസം സംഭവിച്ച ഏറ്റവും മികച്ച കാര്യത്തിന് മാന്ത്രിക വാക്കായ നന്ദി പറയുക. മാന്ത്രിക പരിശീലനം 27-ാം ദിവസം. മാന്ത്രിക കണ്ണാടി എന്നാണ് ഈ ദിവസത്തെ പരിശീലന പദ്ധതിക്ക് പേരിട്ടിരിക്കുന്നത്. മാന്ത്രിക കണ്ണാടി പരിശീലനത്തിനായി ഇപ്പോൾ തന്നെ കണ്ണാടിയുടെ മുന്നിലേക്ക് പോകുക. കണ്ണാടിയിൽ കാണുന്ന നിങ്ങളുടെ നേരെ നോക്കുക. എന്നിട്ട് മുഴുവൻ ഹൃദയത്തോടെയും മാന്ത്രിക വാക്കായ നന്ദി ഉറക്കെ പറയുക. മുൻപൊരിക്കലും ചെയ്യാത്ത വിധം ഉൾക്കൊണ്ട് പറയുക. നിങ്ങളായിരിക്കുന്നതിന് നന്ദി പറയുക. നിങ്ങളായിരിക്കുന്ന എല്ലാത്തിനും നന്ദി പറയുക. കുറഞ്ഞപക്ഷം എല്ലാറ്റിനും എല്ലാവർക്കും വേണ്ടി നിങ്ങൾ ഉൾക്കൊണ്ട് അതേ അളവിലെങ്കിലും നന്ദി പറയുക. നിങ്ങളായിരിക്കുന്നതിന് കൃതജ്ഞതയോടെ ഇരിക്കുക. ഇന്ന് ബാക്കിയുള്ള സമയം കണ്ണാടിയിൽ കാണുന്ന ആ സുന്ദര വ്യക്തിയോട് മനസ്സിൽ കൃതജ്ഞത നിറയ്ക്കുക. നന്ദി, നന്ദി എന്ന മാന്ത്രിക വാക്ക് 3 പ്രാവശ്യം ഉച്ചരിക്കുക. മാന്ത്രിക കണ്ണാടി പരിശീലനത്തിനായി നിങ്ങൾ ഇനി പറയുന്ന കാര്യങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ എണ്ണുക. 10 അനുഗ്രഹങ്ങളുടെ പട്ടിക തയ്യാറാക്കുക. എന്തുകൊണ്ട് നിങ്ങൾ കൃതജ്ഞത പ്രകാശിപ്പിക്കുന്നുവെന്ന് എഴുതുക. പട്ടിക ആവർത്തിച്ചു വായിക്കുക. ഓരോ അനുഗ്രഹത്തിനും ഒടുവിൽ നന്ദി, നന്ദി, നന്ദി എന്ന് പറയുക. ആ അനുഗ്രഹത്തിന് നിങ്ങൾക്ക് കഴിയാവുന്നത് ഉൾക്കൊണ്ട് കൃതജ്ഞത പ്രകാശിപ്പിക്കുക. 2. ഇന്ന് നിങ്ങൾ ഓരോ തവണ കണ്ണാടിയിൽ നിങ്ങളെ നോക്കുമ്പോഴും നന്ദി പറയുക. മുൻപൊരിക്കലും ഇല്ലാത്ത വിധം ഉൾക്കൊണ്ട് പറയുക. 3. നിങ്ങൾ ശരിക്കും ധൈര്യശാലിയാണെങ്കിൽ കണ്ണാടിയിൽ നോക്കുമ്പോൾ നിങ്ങളിൽ നിങ്ങൾ കൃതജ്ഞതയോടെ കാണുന്ന 3 കാര്യങ്ങൾ പറയുക. 4. ഇന്നു രാത്രി നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിനു മുൻപായി ഒരു കൈയിൽ മാന്ത്രിക കല്ല് പിടിച്ച് ഇന്ന് സംഭവിച്ച ഏറ്റവും മികച്ച കാര്യത്തിന് മാന്ത്രിക വാക്കായ നന്ദി പറയുക. 28-ാമത്തെ ദിവസത്തെ മാന്ത്രിക പരിശീലനത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. മാന്ത്രികത ഓർക്കുക എന്നതാണ് ഈ ദിവസത്തെ പരിശീലന പരിപാടി. ഈ ദിവസത്തോടുകൂടി മാന്ത്രിക പരിശീലനം സമാപിക്കുകയാണ്. കഴിഞ്ഞുപോയ 27 ദിവസങ്ങളും അനുഗ്രഹങ്ങളുടെ ദിനങ്ങൾ ആയിരുന്നുവെന്ന് നിങ്ങൾക്ക് ഓർക്കുവാൻ കഴിയും. മാന്ത്രികത ഓർക്കുക എന്ന ഈ ദിവസത്തെ പരിശീലന സമാപന പരിപാടിയിൽ ഇനി പറയുന്ന കാര്യങ്ങൾ മറക്കാതെ ഓർത്തെടുത്ത് ചെയ്യുക. 1. നിങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ എണ്ണുക. 10 അനുഗ്രഹങ്ങളുടെ പട്ടിക തയ്യാറാക്കുക. എന്തുകൊണ്ട് നിങ്ങൾ കൃതജ്ഞാലു ആയിരിക്കുന്നുവെന്നും എഴുതുക. പട്ടിക ആവർത്തിച്ചു വായിക്കുക. ഓരോ അനുഗ്രഹത്തിനും ഒടുവിൽ നന്ദി, നന്ദി, നന്ദി എന്ന് പറയുക. നിങ്ങൾക്ക് കഴിയാവുന്നത്ര കൃതജ്ഞത ആ അനുഗ്രഹത്തിന് ഉൾക്കൊള്ളുക. ഈ പുസ്തക പ്രക്രിയയിലൂടെ നിങ്ങൾ 280 അനുഗ്രഹങ്ങൾ എഴുതി കഴിഞ്ഞു. 2. മാന്ത്രികത ഓർക്കുന്നതിലൂടെ ഇന്നലത്തെ അനുഗ്രഹങ്ങൾ എണ്ണുകയും അവ എഴുതി വയ്ക്കുകയും ചെയ്യുക.
ഈ ചോദ്യം നിങ്ങളോട് ചോദിക്കുക. ഇന്നലെ സംഭവിച്ച നല്ല കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇന്നലെ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളും ഓർക്കുകയും എഴുതുകയും ചെയ്ത് നിങ്ങൾക്ക് തൃപ്തി വരുന്നതുവരെ ഇന്നലെയിലൂടെ സൂക്ഷ്മമായി കടന്നുപോകുക. 3. ഓരോന്നും ഓർക്കുമ്പോൾ അവയ്ക്ക് മനസ്സിൽ മാന്ത്രിക വാക്കായ നന്ദി പറയുക. 4. ഇന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പരിശീലനം എഴുതിയോ ഉച്ചത്തിൽ പറഞ്ഞോ മനസ്സിൽ ഉരുവിട്ടോ ചെയ്യാവുന്നതാണ്. ഇന്നലെ നിങ്ങൾ കൃതജ്ഞതാഭരിതമായ കാര്യങ്ങളുടെ പെട്ടെന്നുള്ള പട്ടിക തയ്യാറാക്കുകയോ അല്ലെങ്കിൽ വിശദമായ പട്ടിക തയ്യാറാക്കുകയോ എന്തുകൊണ്ട് നിങ്ങൾ അവയോട് കൃതജ്ഞതാഭരിതമായിരിക്കുന്നുവെന്ന് പറയാം. 5. ഇന്നു രാത്രി നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിനു മുൻപായി നിങ്ങളുടെ മാന്ത്രിക കല്ല് ഒരു കൈയിൽ പിടിച്ച് അന്നേ ദിവസം സംഭവിച്ച ഏറ്റവും മികച്ച കാര്യത്തിന് മാന്ത്രിക വാക്കായ നന്ദി പറയുക. 28 ദിവസത്തെ പരിശീലന പരിപാടിയിൽ നിന്നും നിങ്ങൾ എന്തൊക്കെയാണ് മനസ്സിലാക്കിയത്? അവ ഇടയ്ക്കൊക്കെ ഓർക്കുകയും പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരികയും വേണം. കൃതജ്ഞതയുടെ മാന്ത്രിക ശക്തി നിങ്ങളിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കും. നിങ്ങൾ മാറുന്നതോടൊപ്പം നിങ്ങൾക്ക് ചുറ്റുമുള്ളതെല്ലാം നിങ്ങൾ അറിയാതെ മാറും. കൃതജ്ഞതയുടെ മാന്ത്രിക ശക്തി പറഞ്ഞറിയിക്കാനുള്ളതല്ല, അനുഭവിച്ചറിയാനുള്ളതാണ്. ഈ പ്രോഗ്രാമിൽ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കുകയും പരിശീലിക്കുകയും ചെയ്യുക. കൃതജ്ഞതയുടെ ശക്തി നിങ്ങൾ അനുഭവിച്ചറിയുക. ഈ മാന്ത്രിക പരിശീലനത്തിലൂടെ നിങ്ങളിപ്പോൾ അടിത്തറ കെട്ടിക്കഴിഞ്ഞു. നിങ്ങൾ രൂപപ്പെടുത്തിയിട്ടുള്ള കൃതജ്ഞതയുടെ അടിത്തറ നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക എന്നതാണ് ഇനി അങ്ങോട്ടേക്ക് മുന്നേറുവാനുള്ള ഏറ്റവും മികച്ച മാർഗം. നിങ്ങൾ കൃതജ്ഞത എത്രയധികം തവണ പരിശീലിക്കുന്നുവോ അത്രയധികം ആഴത്തിൽ നിങ്ങൾക്കത് അനുഭവിക്കുവാൻ സാധിക്കും. പ്രിയമുള്ളവരെ, 28 ദിവസത്തെ പരിശീലന പരിപാടിയിൽ നിങ്ങൾ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത കാര്യങ്ങൾ പ്രവൃത്തിയിൽ കൊണ്ടുവരും എന്ന് വിശ്വസിക്കുന്നു. ഈ മാന്ത്രിക പരിശീലന പരിപാടി 28 ദിവസവും നിങ്ങൾ പൂർത്തീകരിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും എന്നാണ് ദി മാജിക് എന്ന പുസ്തകം രചിച്ച റോണ്ട ബൈറൻ പറയുന്നത്. നിങ്ങളുടെ അനുഭവം എന്താണ് എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ അത്ഭുത പരിശീലനത്തെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുക. എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു.